അല്ലാഹ് തീരു പേരും തുതിയും ചൊല്ല് അല്ലാഹ് തീരു പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകൻ അരുളാലേ ആയ മുഹമ്മദാവർ കീള അണോവർ എല്ലാ കീളയിലും ബൻ കീള ആയോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ. ആ മഹാനവർക്കല്ലി എന്നാണ് ജനിച്ചത് എന്നറിയുമോ? ആർക്കെങ്കിലും അറിയാമോ? താരീഖ് 470 ചൊന്ന നാൾ എന്ന്. താരീഖ് 470 ചൊന്ന നാൾ കൈലാനി എന്ന നാട് തന്നിൽ പിറന്നോവർ. താരീഖ് അത് മുഹീദ്ദീൻമാലയിലുള്ള ഒരു വരിയാണ്. എന്ത്? താരീഖ് 470 ചൊന്ന നാൾ, അതായത് 470ാമത്തെ കൊല്ലത്തിലാണ് ആര് ജനിച്ചത്? ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്ത് 470? അള്ളാഹുവിന്റെ ഹബീബായ, മനസ്സിലായില്ലേ? ഇനി മറക്കരുത് മോനെ. എത്രാമത്തെ വർഷത്തിലാണ് ഹിജറയുടെ എത്രാമത്തെ വർഷത്തിലാണ് മഹാനായ ശൈഖ് അവർകൾ ജനിച്ചത്? 470. എന്ത് 70? ഹിജറയുടെ 470. എന്തിന്റെ 470? ഹിജറ എന്ന് പറഞ്ഞാൽ എന്താ? യാത്രയാ. ആരുടെ യാത്രയാ? ഇവിടുത്തെ മക്കളൊക്കെ നല്ല കുട്ടികളാട്ടോ. അല്ലാഹു തആല നമ്മളെ ഉസ്താദുമാർക്കൊക്കെ എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഉസ്താദുമാർക്കും അല്ലാത്തവർക്കൊക്കെ ഖൈർ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹിജറയുടെ 470ാമത്തെ കൊല്ലം. ഹിജറ എന്ന് പറഞ്ഞാൽ ആരുടെ യാത്രയാ? പറ, ശരിയാണ്, അതന്നെ. സ്വല്ലല്ലാഹു അലൈഹി, ആ കുട്ടിയാ പറഞ്ഞത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയാണ് അല്ലേ? ആരെ പറഞ്ഞത്? പറഞ്ഞാൽ കൈവെക്കോ? നല്ല മറുപടിയാണ്. ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കണം ആദ്യമായിട്ട്. അവനാ പറഞ്ഞ റസൂലുള്ളാഹിയുടെ യാത്രയാണ്. ഹറേതും എത്തിടുക ഈരാറും ഒത്ത ശഹർ ബാറാൽ പൊറുത്ത പിറകെ, ബാറാൽ പൊറുത്ത പിറകെ തക്കോവർ ഹമിദരും മിക്കോർ സ്വഹാബികളും ഒക്ക ഇരിക്കുമ്പോഴുതിൽ, ഇരിക്കും പൊഴുതിൽ ജാസൂസോരുത്തർ വരെ യാസീൻ നബിക്കൊരു വിശേഷം വീരുത്തി പൊരുളായി, വിശേഷം വീരുത്തി പൊരുളായി. കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായ്, പക്ക മദീന തണവായ്. ഹേറേതും എത്തിടുക ഈരാറും ഒത്ത ശഹർ ബാറാൽ പൊറുത്ത പിറകെ, ബാറാൽ പൊറുത്ത പിറകെ. ഹഖാന കോനമറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായി. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി പുറപ്പെട്ടു. എവിടെ എത്തിച്ചേർന്നു? മദീന മേ പഹുഞ്ച. എവിടെ എത്തിച്ചേർന്നു? അത് ആ കുട്ടി ആദ്യം പറഞ്ഞത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയാണ് ഹിജറയുടെ യാത്ര. ആ ഹിജറ കഴിഞ്ഞിട്ട് 470ാമത്തെ കൊല്ലത്തിലാണ് ആര് ജനിച്ചത്? മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ കുട്ടി ഒന്ന് വരട്ടെ, ഒരു സമ്മാനം കൊടുക്കാനാണ് കേട്ടോ. അല്ലാഹ്
നല്ല ഉത്തരം പറയുന്ന കുട്ടികൾക്കൊക്കെ നല്ല സമ്മാനം കൊടുക്കും. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഉസ്താദെ കൊടുക്കല്ലേ സമ്മാനം? അള്ളാഹ് നമ്മളെ ബഷീർ ഉസ്താദിനും ഉസ്താദിന്റെ 2 ഉസ്താദ്മാരെ കൈകൊണ്ട് കൊടുക്കല്ലേ. ഇതിന്റെ ഉള്ളിൽ ക്യാഷാണ് സമ്മാനം, ക്യാഷ് അവാർഡ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ. ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിക്ക്. ഈ കുട്ടി യുവർ നെയിം? അൽ അമീൻ. ഇവിടുത്തെ ഒരു സ്കൂളുണ്ട് അങ്ങനെ അൽ അമീൻ എന്നുള്ള പേര്. ഈ കുട്ടിന്റെ പേരാണ്. ഈ സ്കൂളിന്റെ പേരും ഈ കുട്ടിന്റെ പേരും അൽ അമീനായ റസൂലുള്ളാന്റെ പേരാണ്. യുവർ ഫാദേഴ്സ് നെയിം? സലാഹുദ്ദീൻ. ഇവിടെ ഉണ്ടപ്പോ എവിടെ പോയി? കാരാളിമുക്കിലാണ്. അൽഹംദുലില്ലാ. നാളെയെങ്കിലും ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ കാരാളിമുക്കിൽ നിന്ന് വളരെ ദൂരമുള്ള മുകുന്ദപുരത്തേക്ക് യാത്രയാകാൻ, തീർത്ഥയാത്രയാകാൻ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ ഒന്നാമത്തെ സമ്മാനാണ് ഈ കുട്ടിക്ക്. എത്രാം ക്ലാസ്സിലാണ് സ്കൂൾ പഠിക്കുന്ന മോനെ? 4ാം ക്ലാസ്. എല്ലാവരും ഉത്തരം പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ് അവിടെ ഇരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹിയുടെ യാത്ര എന്ന് ആ കുട്ടി പറഞ്ഞതുകൊണ്ട് ആ സമ്മാനം കൊടുത്തത്. അങ്ങനെ റസൂലുള്ള മദീനയിൽ നിന്ന്, എവിടെന്ന്? മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജറ പോയി. ഈ കേശവാട് തന്നതൊരു പ്രിയപ്പെട്ട സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് എന്നാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മരണപ്പെട്ട പ്രിയപ്പെട്ട വാപ്പയുടെ ഹദറത്തിലേക്ക്, മരണപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മയുടെ ഹദറത്തിലേക്ക്, ഉമ്മയുടെ പേര് സാറ ഉമ്മ എന്നാണ്, അദ്ദേഹത്തിന്റെ ബാപ്പാടെ പേര് മുഹമ്മദ് കുഞ്ഞി എന്നാണ്. അല്ലാഹു ആ മാതാവിന്റെയും പിതാവിന്റെയും ഹദറത്തിലേക്ക് ഈ സദഖയുടെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ എല്ലാവരുടെയും മാതാപിതാക്കളുടെ ഖബർ ജീവിതം സന്തോഷമുള്ള ജീവിതമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയതിന്റെ 470ാമത്തെ കൊല്ലത്തിലാണ് അവർ ജനിച്ചത്. ഇനി അവർ വഫാത്തായത് ഹിജറയുടെ 561ാമത്തെ കൊല്ലത്തിലാണ്. എത്ര? 561ാമത്തെ കൊല്ലത്തിലാണ്. അപ്പൊ എത്ര വർഷമായി? ഇപ്പൊ 884 വർഷം കഴിഞ്ഞു. ആര് വഫാത്തായിട്ട്? മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവര് എത്ര വർഷമാണ് ജീവിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? 561 വഫാത്തായി, 410 ജനിച്ചു. അപ്പൊ എത്ര വർഷമാണ് അവര് ജീവിച്ചത്? ശരിയാണ്, പറ. 91 വയസ്സ് വരെ ജീവിച്ചു. ആര്? ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്നിട്ട് ജീലാനി ശൈഖ് തങ്ങളെ ഒന്നാമത്തെ മദ്ഹ് പറയാണ്. ഈ മാല എന്ന് പറയുന്നത് 500ഓളം കൊല്ലം മുമ്പ് കോഴിക്കോട് ഖാദിയായിരുന്ന കോഴിക്കോട് തുറ തന്നിൽ പിറന്നവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തവർ. കോഴിക്കോട് ഖാദിയായ വലിയ പണ്ഡിതനായ വലിയ ഇമാമായ 500ഓളം കിതാബുകൾ ഉണ്ടാക്കിയ മഹാനാണ് ആര്? ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. അവരാണ് ഈ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മാല ക്രോഡീകരിച്ചത്. എന്നിട്ട് മഹാൻ പറയാണ്, ആദ്യമായിട്ട് പറയാണ്, അലം ഉടയവൻ ഏകൽ അരുളാലെ ആയേ മുഹമ്മദ വർക്കീല ആണോവർ എല്ലാ കീലയിലും ബൻകീല ആയോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ. ശൈഖ് അവർകളെ ഒന്നാമത്തെ മഹത്വം പറയുന്നത് എന്താണെന്നറിയോ? എന്താ പറയുന്നത്? ആയ മുഹമ്മദ് അവർ കിളാണോ? അവർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിളയാണ്. അവർ റസൂലുള്ളാഹിന്റെ കിളയാണ്. കിള എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്, റസൂലുള്ളാഹിന്റെ പേരമക്കളിൽപ്പെട്ടവരാ. ആരാ? റസൂലുള്ളാഹിന്റെ മോളായ ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയാണ്. അതെ, മകളുടെ മക്കൾ അത് പരമ്പരയാവുക എന്നുള്ളത് അത് റസൂലുള്ളാഹിന്റെ സവിശേഷതയാണ്. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അവരെ മക്കളിലൂടെയാണ് റസൂലുള്ളാഹിന്റെ പരമ്പര ഇവിടെ നിലനിൽക്കുന്നത്. അത് ഹബീബായ തങ്ങളുടെ ഒരു സവിശേഷതയാണ്. അതിന് റസൂലുള്ളാഹിക്ക് മക്കൾ പരമ്പര നിലനിൽക്കുമോ? നിലനിൽക്കുമോ? നിലനിൽക്കും.
നിലനിൽക്കും എന്ന് പറയുന്നതാണ് ശരി. ഒരു കുട്ടി ഇല്ല എന്ന് പറഞ്ഞു, അത് സാരല്ല, അറിയാത്തതുകൊണ്ട് പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ. തെറ്റിയാ പിന്നെ അവനെ അറിയുന്നതല്ല, അവനവനക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. റസൂലുള്ളാഹിന്റെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. ഏതെവിടെ? ഖുർആനിൽ എവിടെ ഉള്ളത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله عز وجل سبحانه وتعالى. അല്ലാഹു പറയാണ് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയേ, അവിടുത്തെ മക്കള് പരമ്പര മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞവൻ, അവിടുത്തെ മക്കള് പരമ്പര നിലനിൽക്കൂല എന്ന് പറഞ്ഞവൻ, ആ മുഹമ്മദിന്റെ മക്കളൊക്കെ നശിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ പഴി പറഞ്ഞവൻ, ഹുവൽ അബ്തറു, അവൻ നശിച്ചവനാണ്. റസൂലുള്ളാഹിയുടെ പരമ്പര മുറിഞ്ഞു എന്ന് പറഞ്ഞവൻ, മുഹമ്മദിന് മക്കള് പരമ്പര കൊണ്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞവൻ, അവൻ ആരാണ്? ഹുവൽ അബ്തറു, അവൻ പരമ്പര മുറിഞ്ഞവനാണ്. അതാരാണ്? റസൂലുള്ളാഹിന്റെ കാലത്ത് പറഞ്ഞതാരാ? ആരാ മുഅ്മിനീങ്ങളെ? അവന്റെ പേരാണ്, ആ ദുഷ്ടന്റെ പേരാണ് ആസി എന്ന് പറയും. എന്താ പേര്? ആസി ഇബ്നു വാഇൽ. വാഇലിന്റെ മോനായ ആസിയാണ്. മറക്കരുത് രക്ഷിതാക്കളെ. അവനാണ് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ മക്കള് പരമ്പര മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന് മക്കള് പരമ്പര നിലനിൽക്കൂല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവാണ് മറുപടി പറയുന്നത്. എന്ത്? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിച്ചതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ചില ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് തങ്ങന്മാരൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സയ്യിദന്മാരൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഖുർആൻ പണ്ഡിതനായ ഖാദി മുഹമ്മദ് തങ്ങൾ പറയാണ്, ആലമുടയവൻ ഏകല്ലരുളാലെ ആയ മുഹമ്മദ് അവർ കിളാണോവർ. പിന്നെ പറയാണ്, എല്ലാ കിളയിലും വൻകിള ആയോവർ. എല്ലാ കുടുംബത്തിലും വലിയ മഹത്വമുള്ള കുടുംബമാണ് ആരുടെ കുടുംബം? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബം. അതുകൊണ്ടാ മുഹീദ്ദീൻ ശൈഖിനെ ഒന്നാമത്തെ മഹത്വം മാലയിൽ പറഞ്ഞത്, യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി, യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി. വെട്ടിക്കെട്ട് തട്ട് നട്ട് ലാമിലുൾ മുൻമൊന്ന് മന്ന് തന്ന് നിന്ന് 5 ജീമിലുൾ. വെട്ടിക്കെട്ട് തട്ട് നട്ട് ലാമിലുൾ മുൻമൊന്ന് മന്ന് തന്ന് നിന്ന് 5 ജീമിലുൾ. ചൊവ്വെഞ്ചറിഞ്ഞ് തഞ്ചമില ലീഡും ജീലാനി, ചൊവ്വെഞ്ചറിഞ്ഞ് തഞ്ചമില ലീഡും ജീലാനി, യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി. പ്രകൃത ശുദ്ധ മദ് ശദ് നിർദവൃതമാം പ്രസംഗമെങ്ങും തിങ്ങി പൊങ്ങി ഭംഗിരംഗമായി. പ്രകൃത ശുദ്ധ മദ് ശദ് നിർദവൃതമായി പ്രസംഗമെങ്ങും തിങ്ങി പൊങ്ങി ഭംഗിരംഗമായി. പ്രവർത്തനത്തിലെത്തി തുതിത്തഭിമാനി, പ്രവർത്തനത്തിലെത്തി തുതിത്തഭിമാനി, യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി.
ദോഷി എനിക്കുൾ മാപ്പ് വീസു വീസുലേശമേ ദയ്യാന ദയാ ചെയ് ഗനി ഹയ്യുൽ ഖയ്യൂമേ ദോഷി എനിക്കുൾ മാപ്പ് വീസു വീസുലേശമേ ദയ്യാന ദയാ ചെയ് ഗനി ഹയ്യുൽ ഖയ്യൂമേ ഹാശി അബ്ദുർ റസാഖിൻ വാക്ക് കേൾക്ക ജമാനി ഹാശി അബ്ദുർ റസാഖിൻ വാക്ക് കേൾക്ക ജമാനി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി. അപ്പൊ എത്ര കൊല്ലം അവർ ജീവിച്ചത് ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാവും. എത്രാമത്തെ വയസ്സിലാ ശൈഖ് അവർകൾ വഫാത്തായത്? 91. അല്ലാ, നമ്മളെ സലാഹുദ്ദീന്റെ മോന്റെ ഉത്തരം നല്ല ഉത്തരം. എന്താ കുട്ടിന്റെ പേര് പറഞ്ഞു ഉസ്താദ്? അൽ അമീൻ. അല്ലാ, നല്ല അവൻ അവിടെ തന്നെ ഇരിക്കണം കേട്ടോ. മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോഴല്ലാതെ എണീക്കാൻ പാടില്ല. അല്ലാഹു തആല നല്ല നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും നമ്മളെ സലാഹുദ്ദീന്റെ മകൻ ഉത്തരം പറയും പോലെ ആ വാപ്പ ഇവിടെ ഇല്ലാത്ത വല്ലാത്തൊരു ദുഃഖമായി പോയി അല്ലേ? ദുഃഖം ആയി. കാരണം മോന് സമ്മാനം ഉസ്താദുമാരൊക്കെ ഈ സദസ്സിൽ വെച്ചിട്ട് ശൈഖ് അവർകളുടെ മദ്ഹ് പറയണ മാല പാടുന്ന പാടിപ്പറയണ ഈ മജ്ലിസിൽ വെച്ചൊരു സമ്മാനം കൊടുത്തപ്പോൾ ആ വാപ്പ ഇവിടെ ഇല്ലാതായി പോയി എന്നുള്ളത് വല്ലാത്തൊരു ദുഃഖം ആയി. അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ച് ആ ദുഃഖം പരിഹരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. അപ്പോ നിങ്ങൾ നോക്കി പിന്നെ പറയാ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദവർ തായോ ബാവയും ആണോവർ. സുൽത്താനുൽ ഔലിയ അവരെ സ്ഥാനപ്പേരാണ് സുൽത്താനുൽ ഔലിയ. ഔലിയാക്കന്മാരെ രാജാവാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നിങ്ങൾ? അള്ളാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരാണ് അല്ലേ? അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അതിന്റെ മുറ പോലെ ചെയ്യുന്നവരാണ് ആര്? ഔലിയാക്കന്മാര്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് മുത്തഖീങ്ങളല്ലാതെയല്ല, അതായത് മുത്തഖീങ്ങൾ മാത്രമാണ്. ആ ഔലിയാക്കളെ സുൽത്താനാണ് ആര്? മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ. നിങ്ങൾ ഇടയ്ക്കൊന്ന് സഹകരിക്കണം. ആരാണ് ആ സുൽത്താൻ? ആരാണ്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അല്ലേ? അത് നമ്മളിങ്ങനെ പറയുമ്പോൾ ആദരവോടെ നമ്മളെ നാവ് കൊണ്ട് പറയുമ്പോൾ നമ്മുടെ നാവിനൊരു ബറക്കത്ത് ഉണ്ടാവും. നമ്മളെ നാവിൽ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലാൻ തൗഫീഖ് ഉണ്ടാകും. അത് ആ ദിക്ർ ചൊല്ലിയിട്ട് വിജയിച്ച ആളാണ് ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷെയ്ഖുൽ മശായിഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി സിർറഹുൽ അസീസ് ഖദ്ദസല്ലാഹു സിർറഹു. അപ്പൊ പിൽക്കാലത്ത് ദീനുൽ ഇസ്ലാം നശിച്ചപ്പോ അല്ലാഹു തആല ശൈഖ് അവർകളിലൂടെ ഇസ്ലാമിനെ രണ്ടാമത് ഹയാത്താക്കിയിട്ടുണ്ട്. എന്നാൽ മുഹീദ്ദീൻ ശൈഖിനെ പോലെയുള്ള ഔലിയാക്കന്മാരെക്കാളൊക്കെ അതിനേക്കാളും വലിയ ഔലിയാക്കൾ ആരുമില്ലേ? ഉണ്ട്. മുഹീദ്ദീൻ ശൈഖിനെക്കാളും റിഫായി ശൈഖിനെക്കാളും അതേ ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങളെക്കാളും മയ്യത്ത് തഴവ ഉസ്താദ് പാടിയില്ലേ? മയ്യത്ത് കുളി സ്വന്തം കുളിച്ച മഹാനാ ശൈഖ് അഹ്മദുൽ ബദവിയു യാ ഇഖ്വാനാ. തഴവ ഉസ്താദിന്റെ നാട് കൊല്ലം ജില്ലയാണ്. തഴവ ഉസ്താദിനെ കണ്ടവരായ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കോ? അൽഹംദുലില്ലാഹ്. നമ്മൾ അസ്ഹർ സാഹിബ് ഉണ്ട്. അദ്ദേഹം അല്ലേ? നിങ്ങളെ പേര് എന്താ പേര് മറന്നല്ല? നിങ്ങളെ റഷീദ് സാഹിബ്, ഷാജഹാൻ. വേറെ ആരാള്? അതാ അവിടെ ഒരുപാട് പേരുണ്ട്. അൽഹംദുലില്ലാഹ്. തഴവ ഉസ്താദിന്റെ കൂടെ നമ്മൾ എല്ലാവരും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. തഴവ ഉസ്താദ് പാടുകയാണ്, മയ്യിത്ത് കുളി സ്വന്തം കുളിച്ച മഹാനാ ശൈഖ് അഹ്മദുൽ ബദവിയു യാ ഇഖ്വാനാ. അഹ്മദുൽ ബദവി തങ്ങളെക്കാളും മുഹീദ്ദീൻ ശൈഖിനെക്കാളും റിഫായി ശൈഖിനെക്കാളൊക്കെ വലിയ ഔലിയാക്കന്മാരാണ് ആര്? സ്വഹാബികൾ. ആര്? ഔലിയാക്കളുടെ ലീഡർമാരാണ് ആര്? നേതാക്കളുടെ നേതാക്കന്മാരാണ് ആര്? സ്വഹാബികൾ. ആ ഒരു ധാരണ നമ്മൾ ഖൽബിൽ നല്ലോണം ഓർക്കണം. സ്വഹാബത്തിനേക്കാളും വലിയ വലിയാണോ മുഹീദ്ദീൻ ശൈഖ്? അല്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിൽ
മജ്ലിസിൽ റസൂലുള്ളാഹിയുടെ തിരുസന്നിധിയിൽ ഈമാനോടുകൂടി ഒറ്റ സെക്കൻഡ് ഇരുന്നാൽ തങ്ങൾ സ്വഹബാരും എഴുന്നള്ളും അതിർപ്പം എന്താം ഉഗമ തന്നവർ നെടുപൊടുവാർ സുശന്തതിൽ തിന്നമ തെളിവൊളിവാ ഈ ബന്ധത്തിൽ പിണ്ണൂരപ്പ് വനി അഖീഖിൽ ബന്ധിടൈ സൈറയത്തരുണിനും ഹുലൈഫത്തന്റെ തലമിൽ പാർത്താൻ അവിടം തനശ് മുതിർന്നു മുളർന്നിടുവ ചൊങ്കിൽ സജ സജ തല തെറ്റി പുറത്തുടനെ നബിയാർ ചുമട്ടോട്ട് നെടലുകളുമാകെത്തിടും എവിടെമെണ്ടറിവതിനായി വിളിത്തുടൻ നബി ഇരു സഹബരിലെ വീട്ടിടെ സുർഅത്താലുളർന്നവർ പരദീപം ദേ തരുളരിൽ ചൊന്നാർ അവർ വന്നിടുമേ നിടമെന്നൊരു കന്നമിലേ. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടാണ് തങ്ങൾ സ്വഹാബാരും എഴുന്നള്ളും അതിർപ്പം എന്താ. ആ സ്വഹാബത്തിന്റെ അതിർപ്പം, ആ സ്വഹാബത്താണ് ഏറ്റവും വലിയ ഔലിയാക്കന്മാർ. ഏറ്റവും വലിയ ഔലിയാക്കളുടെ ലീഡർമാരുടെ ലീഡർമാർ ആരാണ്? നേതാക്കളുടെ നേതാക്കന്മാർ ആരാണ്? അവര് സ്വഹാബികളാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവ് ആരാ? അതാ ആ കുട്ടിയാണ്, നേരത്തെ സമ്മാനം വാങ്ങിയ കുട്ടിയാണ്. അതിന്റെ ഒക്കെ ഉത്തരം പറയുന്നത് എല്ലാവരും ദിക്ർ ചൊല്ല്. നാവേറ് തട്ടാതിരിക്കാൻ, കണ്ണേറ് തട്ടാതിരിക്കാൻ. എന്താ ദിക്ർ? ചെല്ലു മോനെ. മോനെ എന്ന് പറഞ്ഞാല് എന്നെ പോലെ താടി മീശൻ നരച്ച ആൾക്കാർക്കൊക്കെ അത് ബാധകമാണ്. അവരൊക്കെ മോനാണ്, അവരൊക്കെ വരെ വാപ്പാന്റെ മോനാണ് അല്ലേ? എന്റെ ഉമ്മ എന്നെ ഇപ്പോഴും വിളിക്കാറുള്ളത്, ഇന്നും വിളിച്ചു മോനേന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ ചെല്ല് മാഷാ അല്ലാഹ്, ചൊല്ല് ചൊല്ല് മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആർക്കും ഒരു നാവേറ് തട്ടരുത്, കണ്ണേറ് തട്ടരുത്, ചൊല്ലിക്കോ. എന്തില്ല ഖുവത ഇല്ലാ ബില്ലാഹ്. തഴവ ഉസ്താദ് പറയാണ്, ദാരിദ്ര്യരോഗം, ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ, ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. ആ ലേഹ്യം സേവിക്ക്. ഏത് ലേഹ്യം? ലാ ഹൗല ലേഹ്യം ഫുള്ളായിട്ട് സേവിക്ക്, സേവിക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബാവാ മുതുവിന് ഖുതുബായി വന്നോവർ. എന്താ അതിന്റെ അർത്ഥം? ഈ കൊട്ടുകാടുള്ള മുഅ്മിനീങ്ങൾ, മുകുന്ദപുരത്തുള്ള മുഅ്മിനീങ്ങൾ കുറെ കാലമായിട്ട് ചെല്ലുന്നുണ്ട്. എന്ത്? ബാവാ മുതുവിന് ഖുതുബായി വന്നോവർ. ഷാജാൻ സാഹിബ്, നിങ്ങൾക്ക് വല്ലതിന്റെ അർത്ഥം മനസ്സിലായോ? ബാവ മനസ്സിലായോ? ആ മനസ്സിലായി എന്നാ പറയണത്. അൽഹംദുലില്ലാ. ആയിക്കോട്ടെ, ഖൈർ ആയെങ്കിൽ ഖൈർ, അഭിനന്ദനാർഹം. ബാവ എന്ന് പറഞ്ഞാൽ ആരാ? ബാവ കോൻ ഹേ? മുത്തുനബി. മുത്തുനബി ബാവയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ച ബാവ മുത്തുനബി അല്ല. ബാവ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയാൽ, ഈ ഉസ്താദ് ഗൾഫിൽ പോയിട്ടില്ലേ? പടച്ചോനെ ഗൾഫിക്ക് പോയിട്ടില്ല എന്നാ പറയണത്. പോയാലും വേണ്ടിയില്ല, പോയില്ലെങ്കിലും വേണ്ടിയില്ല. മക്കത്ത് പോകാൻ, മഖബൂലായ ഹജ്ജ് ഉംറകൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ചെയ്ത ഉംറകളെല്ലാം കബൂലാക്കണേ അല്ലാഹ്. ആമീൻ. ബാവ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറബികൾ പറയൂലേ? എന്താ പറയാ? ബാവ എന്ന് പറയും. ബാവ ഹഗ്ഗി മാഫി മൗജൂദ്, ബാവ ഫിൽ ബൈത്ത് മാഫി മൗജൂദ്. ബാവ എന്ന് പറഞ്ഞാൽ ബാപ്പ എന്നതിന്റെ അർത്ഥം. അത് ശുദ്ധമായ അറബി ഒന്നുമല്ല. ഞങ്ങൾ മലപ്പുറത്തുകാർ മലയാളം പറയുമ്പോലുള്ള ഒരു അറബിയാണത്. മലപ്പുറത്തുകാർ മലയാളം പറയും കജ്ജി വേദനായിട്ട് ബെജ്ജാന്ന്. മനസ്സിലായോ? കൈ വേദനായിട്ട് വയ്യാൻ. അതിന് പഴയ ഒറിജിനൽ മലപ്പുറം ഭാഷയാണ് കജ്ജി വേദനായിട്ട് ബെജ്ജാൻ എന്ന് പറഞ്ഞ പോലെ. അതുപോലെയാണ് യഥാർത്ഥ മലയാളത്തിൽ നിന്ന് എത്രയോ ദൂരത്തേക്ക് പോയി. അതുപോലെയാണ് ഈ ബാവ എന്ന് പറഞ്ഞാൽ. ഏതായാലും ബാവ എന്ന് പറഞ്ഞാൽ അർത്ഥം ബാപ്പ എന്നാണ്. ആരുടെ ബാപ്പ? മുഹീദ്ദീൻ ശൈഖിന്റെ ബാപ്പാനെ പറ്റിയാണ് പറയുന്നത്. ബാവ മുതുവിന് ഖുതുബായി വന്നോവർ ബാനം മദലീലോ കേളി മികച്ചോവർ. ബാവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാപ്പ എന്നാണ്.
അൽഹംദുലില്ലാ ഷാജഹാൻ സാഹിബ് പറഞ്ഞ ബാവ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനാണ്. പക്ഷെ ഇവിടുത്തെ ഉദ്ദേശം എന്താണെന്നറിയോ? ബാപ്പയാണ്. ആരുടെ ബാപ്പ? മുഹീദ്ദീൻ ശൈഖിന്റെ ബാപ്പാന്റെ മുതുകിന് ഖുതുബായി വന്നോവർ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവരെ ഉമ്മയുടെ ഗർഭാശയത്തിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ അവരെ ബാപ്പയുടെ തലയിൽ ആ ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ബാപ്പാന്റെ തലയിൽ മുതുകിൽ ആയ സമയത്ത് തന്നെ ഖുതുബായി വന്നോവർ ഔലിയാക്കളെ ലീഡറായ ഖുതുബ് എന്ന പദവി എത്തിച്ചേർന്നിട്ടുണ്ട്. അതാ പറഞ്ഞതിന്റെ അർത്ഥം. എങ്ങനെ? ബാവാ മുതുവിന് ഖുതുബായി വന്നോവർ. പിന്നെ പറയാണ് ബാനം അതേളിയിലും കേളി മികച്ചോവർ. ബാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാനം എന്ന് പറഞ്ഞാൽ വാനം, ആകാശം. ആകാശത്ത് ഏഴിലും 7 ആകാശത്തും കേളിയുണ്ട്. അവർക്ക് പേരുണ്ട്, അവർക്ക് പ്രശസ്തിയുണ്ട്. അതാര് പറഞ്ഞതാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉള്ളതാണ്, സ്വഹീഹായ ഹദീസാണ്. ഒരടിമയെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ, ഒരടിമയെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടാൽ അനൗൺസ്മെന്റ് ഉണ്ടാകും. എവിടെ? ആകാശ ലോകങ്ങളിൽ അനൗൺസ്മെന്റ് ഉണ്ടാകും. 7 ആകാശങ്ങളിലും 7 ഭൂമികളിലും വിളിച്ചു പറയപ്പെടും. എന്ത്? അതേ കൊട്ടുകാട് എന്ന് പറയുന്ന നാട്ടിലുള്ള മുകുന്ദപുരത്തുള്ള ഇന്നാലിന്നയാളെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫഅഹിബ്ബൂഹു, അദ്ദേഹത്തിനെ നിങ്ങളെല്ലാവരും ഇഷ്ടം വെക്കണേ എന്ന് ബഹുമാനപ്പെട്ട മലായിക്കത്ത് ആകാശലോകത്ത് വിളിച്ചു പറയുമെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹീദ്ദീൻ ശൈഖിനെ അല്ലാഹ് ഇഷ്ടപ്പെട്ടപ്പോൾ ആകാശലോകത്ത് വിളിച്ചു പറഞ്ഞു. അവർ ജനിക്കുന്നതിന്റെ മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ചില ആളുകൾക്ക് സംശയം, അതെങ്ങനെ ഉണ്ടാവുക? ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടാവോ? ഉണ്ടാകും. ഉണ്ടാവൂലേ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി ജനിച്ചപ്പോഴും അതിന്റെ മുമ്പും മഹത്വമുണ്ടെന്ന് പറഞ്ഞതാരാ? പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈസാ നബിയുടെ ഉമ്മയുടെ പേരെന്താ മക്കളെ, മുഅ്മിനീങ്ങളെ? മറിയം റളിയല്ലാഹു അൻഹ. അല്ലേ? മറിയം ബീവി എന്നാണ്. ഈസാ നബിയുടെ ഉമ്മാക്ക് മഹത്വമുണ്ട്. ഈസാ നബിയുടെ ഉമ്മാക്ക് മഹത്വമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മാടെ മഹത്വം പിന്നെ പറയാനുണ്ടോ? എന്റെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഉമ്മയാണ്. എന്റെ ഉമ്മ ചെറുപ്പത്തിൽ, ഞാൻ ചെറിയ കുട്ടിയായ കാലത്ത് പാടാറുണ്ട്. ഞാനന്ന് കേട്ടുപഠിച്ചതാണ്. ആ കുട്ടി SLCക്ക് പഠിക്കുന്ന കുട്ടിയാണ്. ആ മോനെ ആ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് വിചാരിച്ചതാണ്. ഇങ്ങോട്ട് വാ. അള്ളാഹു ആ കുട്ടിക്ക് നല്ല വിജയം നൽകണേ അള്ളാഹ്. നിങ്ങളൊക്കെ എണീച്ചു പോയാൽ പിന്നെ എന്താ ചെയ്യാ? അങ്ങനെ പോകല്ല മോനെ. അള്ളാഹു ആ കുട്ടിക്ക് നല്ല ബറക്കത്ത് കൊടുക്കണേ അള്ളാഹ്. എന്താ പേര് മോനെ? നല്ല കുട്ടിയാണ്. അവന് സുബൈക്ക് വരാറുള്ള കുട്ടിയാണല്ലോ ഉസ്താദെ. അള്ളാഹു കബൂലാക്കേ. ഉറക്കപ്പറ യുവർ നെയിം. അൽത്താഫ് ആയിക്കോ. മൂത്രമൊഴിക്കാൻ പോവാണ്, അത് കുഴപ്പമില്ല. പോയിക്കോ. അത് പോകൽ ഫർള് ഐനാണ്. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് മൂത്രമൊഴിച്ചിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ദാഹം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നാൽ മതി. മറ്റേതോ ഇടങ്ങാറായി പോകും. കാരണം ഞാനും മൂത്രമൊഴിക്കുന്ന ആളാണ്. കാരണം നമ്മളൊക്കെ ആരാണ്? മനുഷ്യന്മാരാണ്. ആരാ മൂത്രമൊഴിക്കാത്തത് മോനെ? ആരാ മൂത്രമൊഴിക്കാത്തത്? അത് തന്നെ. മലക്കുകൾ മൂത്രമൊഴിക്കൂല, മലക്കുകൾ കല്യാണം കഴിക്കൂല, വിവാഹം കഴിക്കൂല. അങ്ങനത്തെ പരിപാടി ജാമഉ എന്നുള്ള ഫിഅല് സർഫാക്കൂല. അങ്ങനത്തെ ഒരു സംഗതി മലക്കുകൾക്കിടയിൽ ഇല്ലാത്തതാണ്. അല്ലാഹു തആല നമ്മൾ അൽത്താഫ് മോനെ ബറക്കത്തുള്ള ഒരു മോനാക്കണേ റഹ്മാനെ. അപ്പൊ എന്തേ നമ്മൾ പറഞ്ഞതെന്നറിയോ? എന്തേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട എന്തേ പറഞ്ഞത്? അതെ, ഈസാ. അങ്ങനെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ മുന്നിൽ തന്നെ ഇരിക്കണം. അള്ളാഹു നിങ്ങളെ എല്ലാ വിഷയത്തിലും മുന്നിലേക്ക് ആക്കണേ അള്ളാഹ്. ഖൈറായ വിഷയത്തിൽ ആമീൻ പറ. എല്ലാവരെയും അള്ളാഹു മുന്നിലേക്ക് ആക്കണേ അള്ളാഹ്. അതെ, ഈസാ നബിയുടെ ഉമ്മ, ഈസാ നബിന്റെ ഉമ്മക്ക് മഹത്വമുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ഉമ്മ ആരാണ്? എന്റെ ഉമ്മ പാടി തന്നതാ. ആമീന ബീവിക്കോ മനമോനെ, ആരിലും താനിലും തിമ്പത്തേനെ, അലങ്ങൾക്കാകെയുള്ള റസൂല്
അതിയോൻ പുകഴ്ത്തുള്ള ഹബീബ്. കുറേ കാലം മുന്നേ കേട്ടുപഠിച്ചതുകൊണ്ട് ബാക്കി ഓർമ്മയില്ല, വൈറസ് കയറിപ്പോയി. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മഹാനായ ഈസാ നബിയുടെ ഉമ്മ ഈസാ നബിയെ പറ്റി, കാരണം ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് ബാപ്പയില്ല. അല്ലാഹു തആല അത്ഭുതകരമായ നിലക്ക് ബഹുമാനപ്പെട്ട ഈസാ നബിയെ പ്രസവിപ്പിച്ചതാണ്. ഈസാ നബിയെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബിയെ പ്രസവിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് ഈസാ നബിയുടെ ഉമ്മാക്ക് മനപ്രയാസം വന്നു. ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിട്ട് ജനങ്ങളെടുക്ക് പോകുമ്പോൾ ജനങ്ങൾ എന്താ എന്നോട് പറയുക എന്നുള്ള സങ്കടമുണ്ടായി. അപ്പോഴാണ് അള്ളാഹു പറയാണ്, ബഹുമാനപ്പെട്ട മറിയം ബീവിന്റെ ഉമ്മയോട് പറയാണ്. എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. അല്ലാഹ് പറയാണ്, പരിശുദ്ധ ഖുർആനിലുള്ളതാ, എന്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി നിന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഈത്തപ്പന മരങ്ങളുണ്ട് അവിടെ. അല്ലാഹു പറയാണ് ആരോട്? മറിയം ബീവിയോട് പറയാണ്, വഹുസി ഇലൈകി ബിജിദ്ഇൻ നഖ്ല. ഈത്തപ്പന മരം പിടിച്ച് കുലുക്കണേ. മറിയം ബീവി അവർകളെ പിടിച്ച് കുലുക്കിയാൽ തുസാഖിതു അലൈകി റുതബൻ ജനിയാ, നല്ല പഴുത്ത മുഴുത്ത ടേസ്റ്റുള്ള ഈത്തപ്പഴം അതിൽ നിന്ന് വീഴുന്നതാണ്. മറിയമേ, പിടിച്ച് കുലുക്കണം മറിയമേ. കൊടുത്ത കറാമത്താണ്. ആർക്ക്? പെണ്ണുങ്ങൾക്കും കറാമത്തുണ്ടാവും അല്ലേ? നഫീസ ബീവിക്ക് കറാമത്തുണ്ടാവൂലേ? അള്ളാന്റെ ഔലിയാക്കളായ പെണ്ണുങ്ങൾക്കും കറാമത്തുണ്ടാവും. അല്ലാഹ് തന്റെ അമ്പിനാലെ ആദരിത്തമൈത്തേ ഖാതിമൻ നബിന്റെ മകൾ ഫാത്തിമ ബി പേറ്റേ നല്ല മകനായ ഹസനാരിലുൽ ബവീത്തേ നാദർ സയ്യിദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനീത്തേ ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവിനെ ഫീസത്തെ. എന്നോടൊരു ബാപ്പ, ഇവിടെയുള്ള ഒരു പിതാവ് പറഞ്ഞു, എന്റെ മകള് എന്താ ഒരു മെഡിക്കൽ കോഡിങ്ങോ, എന്താ ഒരു മെഡിക്കൽ കോഡിങ്ങോ എന്തോ ഒരു കോഡിങ്ങിന് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ എക്സാം ആണ്, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അവൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. നഫീസത്തുൽ മിസ്രിയ എന്നുള്ള പേര് തന്നെ ബറക്കത്തുള്ള പേരാണ്. നല്ല മകനായ ഹസനാരിൽ ഉൽബവീത്തെ നാദർ സയ്യിദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനീത്തെ നാദർ സയ്യിദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനീത്തെ ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവിനെ ഫീസത്തെ പേരമകളാകുമേ ഈ ബീവിനെ ഫീസത്തെ. അത് ഏത് മാലയിലുള്ള വരിയാ നിങ്ങൾക്കറിയോ? നഫീസത്ത് മാല. ഏത് മാല? നഫീസത്ത് മാല. അതുകൊണ്ട് നഫീസ എന്ന് പേരുള്ള പെൺമക്കൾക്ക് നഫീസ ബീവിന്റെ ബറക്കത്ത് കൊണ്ട് നല്ല ധൈര്യം നൽകണം അല്ലാഹ്. എല്ലാ പരീക്ഷകളിലും വലിയ വിജയം ഞങ്ങളെ എല്ലാ ആൺമക്കൾക്കും പെൺമക്കൾക്കും. ഇവിടെ എന്റെ മുമ്പിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോ എന്റെ മുമ്പിൽ വന്ന അൽത്താഫ് എന്ന പൊന്നുമോന് നല്ല ബറക്കത്തുള്ള കുട്ടിയാക്കണം അല്ലാഹ്. ആമീൻ. ഞാൻ വെറുതെ ദ്വാരക്കല്ല. ചില നാട്ടിലൊക്കെ ചെന്ന് മോനെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് ഓടും. അങ്ങനെയാണ്. ഉസ്താദുമാർക്കൊക്കെ സ്റ്റേജിൽ ഇരിക്കാനുള്ള സൗകര്യം സ്വാഗത സംഘം ഒരുക്കിയിട്ടുണ്ട് എന്ന് വളരെ സ്നേഹത്തോട് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാവരും ബാക്കിലേക്ക് വെറുതെ നോക്കാൻ നിൽക്കണ്ട. അവർ മുന്നിലേക്ക് വരുമ്പോൾ കാണാൻ സ്ഥലമല്ലേ, 2 കസാര 4 കസാരയും കൂടി ഇടാനുള്ള സ്ഥലം പറയുന്നുണ്ട്. അല്ലാഹു തആല ബറക്കത്താക്കണേ അല്ലാഹ്. അപ്പൊ എന്തേ പറഞ്ഞറിയോ? അതുകൊണ്ട് അല്ലാഹു തആല എന്താ പറഞ്ഞേ? ബാവാ മുതുവിന് ഖുതുബായി വന്നവർ. അങ്ങനെ നഫീസ ബീവിയോട് അല്ലാഹ് പറയാണ്, മറിയം ബീവിനോട് അല്ലാഹ് പറയാണ്, ഈത്തപ്പന മരം പിടിച്ച് കുലുക്കണേ.
പഴയ കാലത്ത് കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാൻഡോടുകൂടി മലയാളത്തിൽ ഖുർആൻ പരിഭാഷ എഴുതി ഇറക്കിയ ഒരാളുണ്ടായിരുന്നു. അയാളൊക്കെ മരിച്ചുപോയി. അയാളുടെ പേരാണ് CN അഹമ്മദ് മൗലവി. അയാൾ പറഞ്ഞു, അയാളെ പരിഭാഷയിൽ അയാൾ പറഞ്ഞു, അതിൽ പ്രത്യേകിച്ച് കറാമത്തൊന്നുമില്ല, ഈത്തപ്പന മരം പിടിച്ച് കുലുക്കിയതല്ലേ, അപ്പൊ ഈത്തപ്പഴം കിട്ടിയതല്ലേ, അതിലെന്താ കറാമത്ത്, അതിലെന്താ ഇത്ര വലിയ അത്ഭുതം എന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ മലയാള പരിഭാഷയിൽ എഴുതിവിട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈത്തപ്പനം മരം കണ്ട മനുഷ്യന്മാര് പറയൂലേ പിടിച്ചു കുലിക്കാൻ ഈത്തപ്പഴം വീഴുന്നുണ്ടെങ്കിൽ അത് അത്ഭുതമാണ് എന്ന് പറയൂലേ? പറയും. ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ നമ്മളെ പപ്പായ മരം പോലെ അല്ല. ഈ സാധു മനസ്സിലാക്കിയത് ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ പപ്പായ മരം പോലെ പിടിച്ചു കുലുക്കിയാൽ പഴം വീഴുന്നാ മനസ്സിലാക്കിയത്. ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉസ്താദേ? അത് തെങ്ങിനെ പോലെയാണ്. തെങ്ങില്ലേ, തെങ്ങ് പിടിച്ചു കുലുക്കിയാൽ തേങ്ങ വീഴുവോ? വീഴൂല്ല. എന്താ കുട്ടി ഇങ്ങനെ ആക്കണ്? തേങ്ങ വീഴുവോ? അതും അറിയില്ലേ? അടച്ചോൻ, ഇത് ഏത് ആരമുല്ല അറുവാഹില ജീവിക്കണെന്നാവും. മോനെ, തെങ്ങ് പിടിച്ച് കുലുക്കിയ തേങ്ങ വീഴൂല്ല. വീഴുവോ? ഇല്ല. ഈത്തപ്പന മരം പിടിച്ച് കുലുക്കിയാൽ ഈത്തപ്പഴം വീഴൂല്ല. എന്നാൽ ഏത് കാലത്താണ് മറിയം ബീവി ഈത്തപ്പന മരം പിടിച്ച് കുലുക്കിയത്? കനിയില്ല കാലം നീയെ കൊടുത്തോവർ. മുഹീദ്ദീൻ മാലയിലുള്ള വരിയ, കനിയില്ല കാലം നീയെ കൊടുത്തോവർ, കരിഞ്ഞ മരത്തിന് കായാം നിറച്ചോവർ, കനിയല്ല കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞ മരത്തിന് കായാം നിറച്ചോവർ. ഈത്തപ്പന മരത്തിന്റെ മുകളിൽ എന്നാ പഴമുണ്ടാവുക? അത് നല്ല ചൂടുകാലത്താണ് പഴമുണ്ടാവുക. ഈസാ നബിയെ പെറ്റത് തണുപ്പ് കാലത്താണ്. അന്ന് ഈത്തപ്പന മരത്തുമ്മൽ പഴം കായ്ക്കുന്ന കാലമല്ല. ആ കാലത്ത് അല്ലാഹ് പറഞ്ഞതാ, വഹുസി ഇലൈകി ബിജിദ്ഇൻ നഖലതി തുസാഖിത് അലൈകി റുതബൻ ജനിയാ. വിഷമിക്കണ്ട മറിയമേ, ടെൻഷൻ വേണ്ട മറിയമേ, പഴം പിടിച്ചു കുലിക്കും, മരം പിടിച്ചു കുലിക്കോ, നല്ല പഴം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് നാട്ടിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോള് നാട്ടുകാര് പറയാണ്, ആരോട്? ഞാൻ മുഹീദ്ദീൻ ശൈഖിനെ പെറ്റപ്പള്ള കഥയ്ക്ക് തെളിവ് പറയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബിയെ കൊണ്ട് ചെന്നപ്പോഴേ ആ ജനങ്ങൾ ചോദിച്ചു, എവിടുന്ന് കിട്ടി? കിദർ സേ മില യേ ബേട്ടാ, കിദർ സേ മില. ഈ ചെറിയ കുട്ടിയെ എവിടുന്നാ കിട്ടിയത്? ഈ ചെറിയ കൊച്ചു മോനെ, ഹറാം പറഞ്ഞ മോനെ എവിടുന്ന് കിട്ടി? കിദർ സേ മില, എവിടുന്ന് കിട്ടി എന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ ഫഅശാറത് ഇലൈഹി, താഴെ കിടക്കുന്നു കുഞ്ഞ്. ആ കുഞ്ഞിലേക്ക് ചൂണ്ടി ബഹുമാനപ്പെട്ട മറിയം ബീവി. അതാണ് ഫഅശാറത് ഇലൈഹി. ആ കുഞ്ഞിനോട് ചോദിക്ക്, കുഞ്ഞ് മറുപടി പറയും. എന്റെ ചോരപ്പൈതൽ സംസാരിക്കും. ആ ചോരപ്പൈതലിനോട് ചോദിക്ക് എന്ന് ആര് പറഞ്ഞു? ചോദ്യം ബഹുമാനപ്പെട്ട മറിയം ബീവി കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്, മിണ്ടുന്നില്ല. അപ്പൊ ജനങ്ങൾക്കത് മനസ്സിലായി. ജനങ്ങൾ പറയാണ്, മറിയമേ, ഈ കുട്ടി ആരാണ്? ഈ കുട്ടി ഒരിക്കലും ജനങ്ങൾ പറയാണ്, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയാ. ഈ ചോര പൈതലായി അല്ലാഹ് നമ്മളെ ശിഹാബുദ്ദീൻ സഖാഫി ഉസ്താദിന് അല്ലാഹു ആഫിയത്തും ബറക്കത്തും ഹിമ്മത്തും ഇസ്സത്തും ഒരുപാട് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ജയിച്ചതാണ്. അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ഒരുമിച്ച് കാരന്തൂർ മർക്കസിൽ നിന്ന് സഖാഫി ബിരുദം വാങ്ങിയവരാണ് രണ്ടുപേരും. അല്ലാഹു തആല അവർക്കും നമ്മൾക്ക് എല്ലാവർക്കും ബറക്കത്ത്, ഇസ്സത്ത്, ഹിമ്മത്ത്, ആഫിയത്ത് ആമീൻ പറ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്, വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ. അപ്പൊ എന്താ പറഞ്ഞ മോനെ? ജനങ്ങൾ പറഞ്ഞു, മറിയം ബീവിനോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സ്വബിയാ. ഇപ്പൊ പറ്റ ചോരപ്പൈതലിനോട് സംസാരിച്ചിട്ട്, മോനെ നിങ്ങളെ ബാപ്പയാരാന്ന് ചോദിച്ചാൽ ഈ കുട്ടി മറുപടി പറയുകയില്ലല്ലോ മറിയമേ എന്ന് ജനങ്ങൾ സംശയം പ്രകടിപ്പിക്കുമ്പോഴേക്കും ഇപ്പൊ പറ്റ കുട്ടി അതാ സംസാരിക്കുന്നു. കാല, ആ കുട്ടി സംസാരിച്ചത് ഖുർആനിലുണ്ട്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഈസാ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്?
ഞാൻ അള്ളാഹുവിന്റെ മകനല്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞു സയ്യിദുനാ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം. അൽഹംദുലില്ലാ. നമ്മളെ പരിസരത്തുള്ള ജമാഅത്തുകളിൽ നിന്ന് തക്കിയാവുകളിൽ നിന്നൊക്കെ ഇമാമിയങ്ങൾ വരുമ്പോൾ അവരൊക്കെ ബഹുമാനിക്കണം എന്നാണ്. എങ്ങനെ റസൂലുള്ള പറഞ്ഞത് അൻസിലുൻ നാസ മനാസിലഹും എന്നാണ്. അപ്പൊ ഞാനിത് എന്തിനാ പറഞ്ഞ മറിയം ബീവിന്റെ ചരിത്രം എന്തിനാ പറഞ്ഞ മക്കളെ? ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി സംസാരിച്ചപ്പോ എന്താ ഇപ്പൊ പെറ്റ ചോരപ്പൈതലാകുന്ന സയ്യിദുനാ ഈസാ അല്ലാഹു തആല മാല കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഹോദരന് സ്വർഗത്തിൽ പോയി മാല അണിയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ പറ. ഞാൻ തമാശ പറഞ്ഞതല്ല, കാര്യത്തിൽ പറഞ്ഞ. എന്താ അയാളുടെ പേര്? മാല കൊണ്ടുവന്ന നിസാമുദ്ദീൻ. നിസാമുദ്ദീൻ വലിയിന്റെ പേരാണ്. ഡൽഹിയിലെ നക്ഷത്രം, ഇന്ത്യയുടെ നക്ഷത്രം, മഹാനായ വലിയായ നിസാമുദ്ദീൻ വലിയുള്ളാന്റെ കൂടെ സ്വർഗത്തിലെത്താൻ പ്രിയപ്പെട്ട നിസാം സാഹിബിനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. ആമീൻ പറഞ്ഞില്ലേ? ആമീൻ. ഇപ്പൊ കുട്ടി സംസാരിച്ചു. ഏത് കുട്ടി? ഈസാ അലൈഹിസ്സലാം. എന്താ പറഞ്ഞത്? ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. എന്തല്ല? അള്ളാഹുവിന്റെ അടിമയാണ്. പിന്നെ എന്തല്ല? പുത്രനല്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ മറുപടിയാണ്. നമ്മൾ ആരോടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഒരു കൂട്ടർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ പുത്രനാണ് ഈസാ നബി അലൈഹിസ്സലാം. ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. എങ്ങനെ പുത്രൻ ഉണ്ടായത്? ഭാര്യയും ഭർത്താവും കൂടി എന്തോ പണിയെടുത്തപ്പോൾ ഉണ്ടായതാണ് എന്നൊക്കെ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവർ വിശ്വസിച്ചോട്ടെ. നമ്മൾക്ക് അവരോടൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മളെ വിശ്വാസം അതാണ്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാന്റെ മഹാന്മാര് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് സ്ഥാനമുണ്ട്. അതാണ് ബാവമുതുവിന് ഖുത്ബായി വന്നോവർ ബാനം ആദലിലോ കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദാവർ തായും ബാവയും ആണോവർ. ഇരുന്നേ ഇരുപ്പിന്നേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. എന്താ പറഞ്ഞറിയോ? എന്താ പറഞ്ഞത്? അതാ സയ്യിദ് അവർ തായും ബാവയും ആണോവർ. സുൽത്താനുൽ ഔലിയ എന്നവർക്ക് ചെറുപ്പത്തിൽ തന്നെ സ്ഥാനപ്പേരുണ്ട്. പിന്നെ സയ്യിദ് അവർ തായും, അവരെ തായും അവരെ ബാവയും. ബാവ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബാവ മീൻസ് വാപ്പ. തായ് എന്ന് പറഞ്ഞാൽ മീൻസ് എന്താ? തായ് ഉമ്മ. തമിഴ്നാട്ടിന്റെ അടുത്തായതുകൊണ്ട് കുറെ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. തായ് എന്ന് പറഞ്ഞ ഉമ്മയാണ്. ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. പടച്ചോനെ എല്ലാ ഭാഷയും പഠിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ ഭാഷയും പഠിക്കൽ നല്ലതാ. എന്താ അറിയോ? പല ഗുണങ്ങളുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ഭാഷകൾ പഠിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അപ്പൊ ബഹുമാനപ്പെട്ട ശൈഖ് അവർകളുടെ ഉമ്മ, അവരും അഹ്ലു ബൈത്താണ്. അവരെ ബാപ്പ, അവരും റസൂലുള്ളാഹിന്റെ കുട്ടിയാണ്. ആ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലുള്ളതാണ്, ഹദീസുകളിലുള്ളതാണ്. പ്രാമാണികമായ ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. യൂശിക്കു അയ്യഅതിയ റസൂലു റബ്ബി ഫഉജീബ വഅന താരിക്കും ഫീക്കും സഖലൈനി അവ്വലുഹുമാ കിതാബുല്ലാഹ് വഅഹ്ലു ബൈതി ഉദക്കിറുക്കുമുല്ലാഹ വഅഹ്ലു ബൈതി ഉദക്കിറുക്കുമുല്ലാഹ വഅഹ്ല ബൈതി. റസൂലുള്ളാഹ് പറഞ്ഞതാണ്. ആ ഹദീസ് തെളിവാണ്. റസൂലുള്ളാഹിയുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന്. കാരണം ലോക മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഞാൻ വഫാത്താകാൻ അടുത്തിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. യൂശിക്കു അയ്യഅതി റസൂലു റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതനായ അസ്റായീൽ വരാനുള്ള ടൈം അടുത്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അങ്ങനെ വന്നാൽ ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് രണ്ട് സംഗതി ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ച് പോവാണ്.
അവ്വലുഹുമാ കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്, രണ്ടാമത് ആ ഹദീസിൽ പറഞ്ഞത് വ അഹ്ലു ബൈത്തി, എൻ്റെ പേരക്കുട്ടികളാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ അതേ സൂറത്തുൽ കൗസറിന്റെ വ്യാഖ്യാനത്തില് ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ പറയുന്നുണ്ട്, ലോകത്ത് സുപ്രസിദ്ധരായ ഒരുപാട് റസൂലുള്ളാഹിന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട മഹാന്മാരെ പേര് പറഞ്ഞിട്ട് അതേ ഫഖറുർ റാസി തങ്ങൾ അതാ തെളിവ് പറയുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെ പറയാണ് എന്തെന്നറിയോ, ഇരുന്നേ ഇരുപ്പിന്നേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ, ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ, മലക്കൂത്തിൽ അവര് രാജാവാണ്. എന്റെ പുരയിൽ എന്റെ വീട്ടിൽ ഞാൻ രാജാവാണ്, എടീ ചായയിൽ മധുരല്ലോ എന്ന് പറഞ്ഞ് ചൂടാകുന്ന രാജാവാണ് ഞാൻ. എന്റെ ചൂടാകുന്ന പണി അവിടെ, എന്റെ അധികാരം എവിടെയാണ്? എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുടെ മുമ്പിലാണ്. ചൂടാകൽ നല്ലതല്ല എന്നാണ് കിതാബിലൊക്കെ ഉള്ളത്. അല്ലാഹു തആല നമ്മളെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് തണുപ്പാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താങ്ങളാരും ദ്വാരക്കാത്ത, നിങ്ങൾക്ക് ചൂടില്ലേ? ഭയങ്കര ചൂടുണ്ട് ഇവിടെ. ഒരു AC വെക്കൽ നിർബന്ധമാണ്, പാടില്ല അങ്ങനെ. ദേശം വിഴുങ്ങി, തഴവ ഉസ്താദിന്റെ വരിയാണ്, ദേശം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ. നെല്ലിക്ക തിന്നിട്ടുണ്ടോ മോനെ? സലാഹുദ്ദീന്റെ മകൻ നെല്ലിക്ക തിന്നിട്ടുണ്ടോ? ആദ്യം ഉണ്ടാവും കുറച്ച് കയ്പ് പോലെ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും. അല്ലാഹു തആല സ്വർഗത്തിലെ നെല്ലിക്ക തിന്നാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. നെല്ലിക്ക തിന്നുകയാണെങ്കിൽ അവിടെ പോയി തിന്നണം. അവിടെ എന്താണെന്നറിയോ, ആ സ്വർഗത്തിലുള്ള ഒറ്റ പഴവും ദുനിയാവിൽ അത്ര ടേസ്റ്റ് ഉള്ള വേറെ ഒന്നുമില്ല. ആര് പറഞ്ഞു? ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. ഈ കുട്ടിയെ സ്വർഗത്തിലാക്കി. അപ്പൊ അവനക്ക് ആഗ്രഹം വന്ന്, എന്ത് മുകുന്ദപുരം മുതൽ ഡൽഹി വരെ വലിപ്പമുള്ള വലിയൊരു വാഴപ്പഴം കിട്ടണം, കദളിപ്പഴം കിട്ടണം. വിചാരിച്ചാൽ മതി, സാധനം മുമ്പിലുണ്ടാവും. അല്ലാഹു തആല അങ്ങനെ വിചാരിക്കാനും കിട്ടാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തമാശ പറയില്ല, എന്ത് വിചാരിച്ചാലും അവിടെ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വാഴ കുഴിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളെ അധികാരം നമ്മളെ വീട്ടിലാണ്. മുഹൈദ്ദീൻ ശൈഖിന്റെ അധികാരം വീട്ടിൽ മാത്രമല്ല, ഏറും മലക്കൂത്തില് രാജാളി എന്നോവർ, മലക്കൂത്തിലാണ് അവരധികാരം. ആരാണ് മലക്കൂത്തിന്റെ ആൾക്കാരാരാണ്? അതേ സ്വാലിഹീങ്ങളാണ്, വലിയ വലിയ മഹാന്മാരുടെ അർവാഹികളാണ്. അതല്ലേ ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞില്ലേ, വകദാലിക നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർളി, ആകാശ ലോകങ്ങളുടെ അതീവ രഹസ്യങ്ങൾ, അതീന്ദ്രിയ രഹസ്യങ്ങൾ, രഹസ്യങ്ങളുടെ കലവറകൾ ആർക്ക്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നബിയേ. ഇബ്രാഹിം നബി മണവാളൻ ഇരിക്കുമ്പോൾ ജബ്രായിൽ ഈശിം ദോഹിയേകിയേ. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, മലക്കൂത്തുകൾ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ ഹിജ്റ പോകണം ഇബ്രാഹിം നബിയെ. ഇബ്രാഹിം നബി മണവാളൻ ഇരിക്കുമ്പോൾ ജബ്രായിൽ ഈശിം ദോഹിയേകിയേ. ഇവിടത്തിൽ ഇരിക്കുവാനല്ല പരന്റെ അരുൾ ജവന്റിട്ടപ്പോൾ തുളർ വാങ്ങിയേ. ഖബർ കെട്ട് പുറപ്പെടായി ഒരുങ്ങുന്ന തരത്തെ ഖലീലുള്ള സാറ ഉമ്മയുടെ അവസ്ഥകൾ തീരുത്തെ, അന്ന പോകുന്നു മൈക്കൊള്ളെ മനസ്സന്തം നൂരത്തെ. പത്തിനിമാരെ മുത്തിമണത്താനേ, മുഖം നെഞ്ചും ബത്തര സപ്പുത് ബെത്ത് വരുത്താനേ. ഉമ്മൈ കൂടെ ഞാനും ഉണ്ടെന്നും കോവിമാനിത രാജാസ്വരൂപീരത്തിലെ മുക്കുകളൊക്കെ എടുത്ത് പിടർപത്ത് തമനിയമ്മാലും പല പണ്ടം ചമയത്ത് ചൊവ്വാതിൽ കേറ്റിയേ. അതാണ് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത്, വകദാലിക നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർളി. അതാണ് മാലയിൽ പറഞ്ഞത്, യറും മലകൂതിലെ രാജാളി എന്നോവർ. പിന്നെ പറയാ ബലത്തി ശരീഅത്തൻ നും കടൽ ഉള്ളവർ. ചെല്ലി ചെല്ലി
എന്നോട് നമ്മളെ അസ്ഹർ സാഹിബ് പറഞ്ഞ ഞങ്ങളെ ഈ മൂന്തപുരത്ത് എല്ലാവർക്കും മനപ്പാടുണ്ട് എന്നാ ചെല്ല് ബലത്ത് ശരീഅത്തും കാടൽ ഉള്ളവർ ഇടത്ത് ഹഖീഖത്തും കാടൽ ഉള്ളവർ ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെ ഉള്ളവർ ശൈഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നവർ ശൈഖന്മാർക്കെല്ലാവർക്കും ഖുത്ബായി വന്നവർ ബിൽ ഖുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. വലത്ത് ശരീഅത്തുണ്ട്, വലത്തെ ഭാഗത്ത് ശരീഅത്തുണ്ട്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതാണ് പരിശുദ്ധമായ ഇസ്ലാം ദീൻ, അതാണ് ശരീഅത്ത്. അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നബിയേ അവിടത്തേക്കൊരു ശരീഅത്തിനെ, ഇസ്ലാമാകുന്ന നിയമവ്യവസ്ഥകളെ തങ്ങൾക്ക് നമ്മൾ തന്നിട്ടുണ്ട് നബിയേ. എന്നിട്ട് അള്ളാഹ് അതിന്റെ ബാക്കിൽ പറയാണ്, ഖുർആനിലുള്ളതാണ്, ഫത്തബിഅഹാ, ആ ശരീഅത്തിനെ പിൻപറ്റണം നബിയേ, ശരീഅത്തിനെ പിൻപറ്റണം. അത് റസൂലുള്ളാഹിനോട് പറഞ്ഞത്. അള്ളാന്റെ റസൂലിനേക്കാളും വലിയവരാരുമില്ല, ഒരു വലിയുമില്ല, ഒരു നബിയുമില്ല, ഒരു മലക്കുമില്ല. ഒരാള് പറഞ്ഞു ജിബ്രീൽ മുഹമ്മദുർ റസൂലുള്ളാഹിനേക്കാളും മേലെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹ് കുട്ടികളൊക്കെ മുന്നിക്ക് വരാൻ തുടങ്ങി. ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. അല്ലാഹു തആല അവരൊക്കെ എല്ലാ വിഷയത്തിലും ഖൈറായ വിഷയത്തിൽ അല്ലാഹ് ഒരുപാട് കുട്ടികൾ +2 പഠിക്കുന്ന മക്കളുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട്. അവർക്കൊക്കെ ശരീഅത്ത് പ്രകാരം ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ചില സ്ഥലത്തൊക്കെ ചെന്നാൽ ഇങ്ങനെ മയ്യത്തിന്റെ മേത്തുനിന്ന് പേന് ഇറങ്ങി പോണ മാതിരി ആൾക്കാർ കുട്ടികളൊക്കെ ബാക്കിലേക്ക് പോകലാണ്. ഇവിടെ ഫ്രണ്ടിലേക്ക് വരികയാണ്. അള്ളാഹു കുട്ടികളെയും വലിയവരെയും ഖൈറായ വിഷയത്തിൽ മുന്നിലേക്ക് ആക്കണേ അള്ളാഹ്, മുന്നിലേക്ക് ആക്കണേ അള്ളാഹ്. ആമീൻ. എന്താ ഉസ്താദ്, ഒരു കട്ടൻ ചായ കൊടുക്കാൻ പറ്റുമോ? എനിക്കല്ല, ഈ സദസ്സിലുള്ളവർക്ക് നമുക്ക് അടുത്ത വല്ല ഒരു പരിപാടി വെക്കുമ്പോൾ എല്ലാവർക്കും ഒരു കട്ടൻ ചായ കൊടുക്കൽ നല്ലതാണ്. ഉറക്കം വരാത്തവർക്ക് വരാനും വന്നവർക്ക് പോകാനും. കാരണം ചിലവർക്ക് തീരെ ഉറക്കം വരുന്നില്ല. സാധാരണ ചില സ്ഥലത്തൊക്കെ കുട്ടികൾ ഉറങ്ങും, ഇവിടെ ഒറ്റ കുട്ടി ഉറങ്ങണില്ല. പഠിച്ചവനെ ഈ കുട്ടികൾക്കൊക്കെ വയല് കഴിഞ്ഞതിന് ശേഷം പെരി പോയി മാത്രം ഉറങ്ങാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആമീൻ. അപ്പം എന്തേ നമ്മൾ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം കണ്ടോ, അല്ലാഹ് പറയാ ഫത്തബിഅഹാ, ശരീഅത്തിനെ പിൻപറ്റണം. ആരോട്? മുഹമ്മദുർ റസൂലുള്ളാഹിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചങ്ങായി പറഞ്ഞു, ഒരു ചങ്ങാതി എന്ന് പറഞ്ഞാൽ അത്ര ഉഷാറില്ലാത്ത, അത്ര മെച്ചമില്ലാത്ത ഒരാളെ പറ്റി ഞങ്ങളൊരു മലപ്പുറം ശൈലിയാണ്. ഇവിടെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ചങ്ങാതി എന്നുള്ളത് നല്ല ഉദ്ദേശത്തിലാകുമ്പോൾ ചങ്ങാതി അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നല്ല വാക്കാണ്. ഒരു ചങ്ങായി പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു മോശ വാക്കാണ്. ആ ചങ്ങായിന്റെ പേരാണ് ആരെന്നറിയോ? സമഖ്ശരി, മിസ്റ്റർ സമഖ്ശരി. മൂപ്പര് നല്ല വിവരമുള്ള ആളാണ്. പക്ഷെ വിവരമുള്ളവർക്ക് തന്നെ ചിലപ്പോൾ ചില പന്തികേടൊക്കെ പറ്റുമല്ലോ. അങ്ങനെ അയാൾക്ക് ചില പന്തികേടുകളൊക്കെ പറ്റിയ കൂട്ടത്തിൽപ്പെട്ട ഒരു പന്തികേടാണ് ഏത് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനേക്കാളും സ്ഥാനമുണ്ട് എന്നത്. വാസ്തവത്തിൽ ജിബ്രീൽ റസൂലുള്ളാഹിനേക്കാൾ എത്ര താഴെയല്ലേ അല്ലേ? ജിബ്രീലു ഖാദിമുഹു എന്നാണ് നമ്മളെ സ്വലാത്തിൽ പറയുന്നത്. താജ് സ്വലാത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആരുടെ ഖാദിമാണ്? സേവകനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സേവകനാണ്. ബലത്ത് ശരീഅത്ത് ശരിക്ക് പഠിച്ചു വെച്ചോ. മാല പാടിയ മാത്രം പോരാ. ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ശൈഖിന്റെ വലത്ത് ഭാഗത്ത് ശരീഅത്തുണ്ട്, ഇടത്ത് എന്തുണ്ട്? ഇടത്ത് ഹഖീഖത്തുണ്ട്. ആ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കലാണ്. ആ ദീനിനെ മുറുകെ പിടിക്കണമെന്ന് ആരോടാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഇപ്പൊ ചില കള്ളന്മാരായ ഔലിയ വേഷധാരികളുണ്ട്. എന്നിട്ടോ നിസ്കരിക്കൂല, എല്ലാ പെണ്ണുങ്ങളും കൈപിടിക്കും. എന്തിനാ? മുരീദത്താണ്. ആ പെണ്ണാരാണ്? മുരീദത്താണ്, ഓളിന്റെ മോളാണ്. ഓന ഏറ്റവും വലിയ ശൈത്താൻ. ഓൻ ശൈഖല്ല, ശൈത്താനാണ്. ഓൻ സയ്യിദു ശയാത്തീനാണ്. ശൈഖുൽ മശായിഖല്ല, ശൈഖു ശയാത്തീനാണ്. ആര്? അങ്ങനെയുണ്ട് ചില ഔലിയാക്കന്മാര് എന്ന് പറഞ്ഞിട്ടല്ല, കള്ള ഔലിയാക്കന്മാര്, ഒറിജിനൽ ഔലിയാക്കന്മാരല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് മുത്തഖീങ്ങളാണ്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ എന്നാണ് അല്ലാഹ് പറഞ്ഞത്. അല്ലദീന ആമനൂ,
യഥാർത്ഥ ഔലിയാക്കളാരാണ്? അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. വകാനൂ യത്തഖൂൻ, അവർ യഥാർത്ഥ മുത്തഖീങ്ങളാണ്. അവർ ഹറാമ് ചെയ്യൂല. എന്തിനധികം ഇവിടെ ഞാൻ പരത്തി പറയുന്നില്ല. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ യഥാർത്ഥ മുരീദായ ഒരു മുരീദ് തന്നെ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളാണ്. നിസ്കാരത്തിൽ തല തുറന്നിട്ട് നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ നിസ്കരിച്ചാൽ അവൻ ഒറിജിനൽ മുരീദാവൂല എന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗസാലി ഇമാം ഇഹ്യായിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ ശൈഖന്മാരുടെ യഥാർത്ഥ മുരീദ് ആരാണ്? ആ ശൈഖിന്റെ ഒരു പദവിയും ഒരു കൽപ്പനയും തെറ്റിക്കാത്തവരാണ്. അല്ല പറഞ്ഞിട്ടില്ലേ എന്ത് പറഞ്ഞു? അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. അല്ല പറയാണ്, അല്ലാഹനെ നിങ്ങൾ വഴിപ്പെടണം, റസൂലുള്ളാഹിനെ വഴിപ്പെടണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളോട് കൽപ്പിക്കാൻ അർഹതയുള്ള ശൈഖന്മാരെ നിങ്ങൾ വഴിപ്പെടണം എന്ന്. അതുകൊണ്ട് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശൈഖായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിപ്പെടലാണ്. നിങ്ങൾ അറിയൂലേ, റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ സഹോദരിയുടെ മോനാണ് സുബൈർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ സഹോദരിയുടെ മോനാണ്. ആര് മോനെ? പറ. സുബൈർ റളിയല്ലാഹു അൻഹു. ബാപ്പാന്റെ ഏത് പെങ്ങളെ മോന? റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ വാപ്പാക്ക് 19 മക്കളാണ്. 13 ആൺമക്കൾ, 14, 15, 16, 17, 18, 19 6 പെൺമക്കൾ. ആർക്ക്? അബ്ദുൽ മുത്തലിബ് എന്നവർക്ക്. അതില് സഫിയ ബീവിന്റെ മോനാണ് ആര്? സുബൈർ എന്നോരെ മോനാണ് ആര്? ഉർവത്ത് എന്നവര്. അവർക്കൊരു രോഗം വന്നു. അപ്പൊ ഡോക്ടർമാര് അക്കാലത്ത് പറഞ്ഞു കാല് മുറിക്കണമെന്ന് പറഞ്ഞു. ആർക്ക്? സുബൈർ എന്നവരെ മകനായ ഉർവത്ത് റളിയല്ലാഹു അൻഹുവിന് കാല് മുറിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, കാല് മുറിക്കണമെങ്കിൽ എന്താ ചെയ്യ? കാല് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. റബ്ബേ, ഞങ്ങൾക്കാർക്കും വിരലുകളോ കാലുകളോ കട്ട് ചെയ്യപ്പെടുന്ന രോഗം നൽകരുതേ അല്ലാ. വിരല് തരിപ്പ് ആകുന്ന രോഗം നൽകരുതേ അല്ലാ. ഉള്ള ഷുഗറുകൾ, പ്രഷറുകൾ, പ്രമേഹങ്ങൾ, പ്രഷറും ഷുഗറും റബ്ബേ എല്ലാം ശിഫയാക്കണം റഹ്മാനേ. ഉർവത്ത് എന്നവർ നിങ്ങൾക്ക് അറിയോ? ഉർവ എന്ന പേരിൽ മദീനയിൽ ഒരു സ്ഥലമുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അതെന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? ആ ഉർവ റളിയല്ലാഹു അൻഹു മദീനയിലെ ഗവർണർ ആയ സമയത്ത് അവരുടെ ഭരണസിരാ കേന്ദ്രം ഉണ്ടായിരുന്ന സ്ഥലം അതാണ് ഉർവ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നത്തെ സൗദി ഗവൺമെന്റ് അവിടെ നല്ല ചരിത്ര കേന്ദ്രമായി പ്രത്യേകം വേലി കെട്ടിയിട്ട് പ്രത്യേകം ഇംഗ്ലീഷിലും അറബിയിലും ബോർഡ് വെച്ചിട്ട് ആ സ്ഥലം സംരക്ഷിക്കുന്നുണ്ട്. ആ മഹാനായിരിക്കുന്ന ഉർവത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിക്കാൻ പറഞ്ഞു ഡോക്ടർമാര്. വേദന അറിയൂലേ? വേദന അറിയാതിരിക്കാൻ കള്ളു കുടിക്കണമെന്ന് പറഞ്ഞു. അല്പം കള്ളു കുടിച്ചാൽ വേദന വരൂല്ല. മഹാനവർകൾ പറഞ്ഞു, ഇല്ല ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞു. അബൂജാഹിൽ കുടിച്ച സാധനമാണ് കള്ള്. പുറപ്പേട്ട അബൂജാഹിലുടൻ കിബർ പൊങ്കിയലും ദിലിബാസ് ചമൈന്ത് പുതുമാ ഹസബിട്ട് കൽബൈ തഹരീർ മുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉള്ള മേൽമചട്ടകളും ആയിരം നാടച്ചോട്ടികളും പല പണി പുതുവായി എടുത്തൊരു തമ്പിരൽക്ക് പതിത്തിടലായി മറിയോ സുവനം പല ജൗഹറും ബെത്ത് പണിത്തൊരു താജത് ചൂടി മനതിൽ കിബിറത്തിനയെ റുവദത്തിനയും ചിതമായി പുനയവനാഗവജ്രമാം ഓരോ വാൾ കഴിക്കകമേ നടുമേട പട്ടയുമേ അതിനകം മകബേലുകളൊക്കെ ഇത് തിലടോത്ത് മതിത്തിടവേ. പുറപ്പെട്ട അബൂജാഹിലുടൻ കിബർ പൊങ്കിയെഴുണ്ട്. അബൂജാഹിൽ കള്ളു കുടിച്ചിട്ടാ ബദറിലേക്ക് പോയത്. അപ്പൊ ഉർവത്തെന്നവര് പറഞ്ഞു, ഇല്ല ഞാൻ കുടിക്കൂല.
കുടിക്കൂല. അബൂജാഹിലിന്റെ ചീഞ്ചലം, ഫിറഔനിന്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചീഞ്ഞൊഴുകുന്ന ജലം, അതൊക്കെയാണ് നരകത്തിൽ വെച്ച് കള്ളുകുടിയന്മാർക്ക് കുടിക്കാൻ കൊടുക്കുക. അതുകൊണ്ട് ഞാനത് കുടിക്കൂല. അപ്പൊ നിങ്ങളെ കാല് മുറിക്കണ്ടേ, അതല്ലാതെ വേറെ ചികിത്സ ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുമ്പോ, ഞാൻ സുജൂദിൽ പോകുമ്പോൾ എന്റെ കാല് നിങ്ങൾ മുറിച്ചാൽ മതി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അതാ സുജൂദിൽ പോയ സമയത്ത് അവരെ കാലിന്റെ കാൽപാദം കട്ട് ചെയ്തു. കാൽപാദം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ചൂടാക്കിയ എണ്ണയിൽ, സൈത്തെണ്ണയിൽ മുക്കലാണ് അന്നത്തെ ചികിത്സ. കഴിഞ്ഞിട്ട് ഉർവത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ എന്റെ കാല് മുറിച്ചില്ല? കാല് മുറിച്ചതറിഞ്ഞിട്ടില്ല. അതാ നിസ്കാരം, അതല്ലേ അവരെ നിസ്കാരം, മഹാന്മാരെ നിസ്കാരം, അല്ലാഹുവിന്റെ ഔലിയാക്കളെ നിസ്കാരം അങ്ങനെയാണ്. അതാരാണ്? റസൂലുള്ളാഹിയുടെ മാമിയുടെ മോനാണ്, റസൂലുള്ളാഹിയുടെ അപ്പച്ചിയുടെ മോനാണ്. ആര്? സുബൈർ റളിയല്ലാഹു അൻഹു, അവന്റെ മോനാണ് സയ്യിദുനാ ഉർവത്ത് റളിയല്ലാഹു അൻഹു. അപ്പൊ അവര് കള്ള് കുടിക്കാൻ തയ്യാറല്ല. അതാണ് ബലത്ത് ശരീഅത്തെന്നും കാടൽ ഉള്ളവർ, ഇടത്ത് ഹഖീഖത്തെന്നും കാടൽ ഉള്ളവർ. നമ്മളെ നിക്കാഹിന്റെ മജ്ലിസൊക്കെ, കാനോത്ത് നിക്കാഹിന്റെ മജ്ലിസൊക്കെ ആണും പെണ്ണും കൂടി മിക്സ് ആകുന്ന ഒരു വൃത്തികെട്ട മജ്ലിസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് നിക്കാഹിന് ഏറ്റവും നല്ലത് പള്ളിയാണ്. പള്ളിയിൽ പിന്നെ ആ മജ്ലിസിൽ പിന്നെ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഔലിയാക്കന്മാരെ നിക്കാഹൊക്കെ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അടുത്ത വരിയിലേക്ക് ഞാൻ കടക്കുകയാണ്. അല്ലാതിരുന്നാൽ വിശദീകരിക്കാൻ പോയാൽ മാലപ്പാട്ട് പറയാനും പാടാനും ടൈം ഉണ്ടാവൂല. ആകാശത്തും മേലും നിങ്ങൾക്ക് ചെറിയ ക്ഷീണം വരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും എണീച്ചു നിൽക്കി, എല്ലാവരും എണീച്ചെന്ന് സ്വലാത്ത് അല്ലേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിനെ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മൗത്തിന്റെ നേരത്ത് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. നിങ്ങൾ ദ്വാരക്കൂലേ, സ്വലാത്തല്ലൂലേ? എങ്ങനെ? നാലാമത്തെ വരി പ്രത്യേകം ശ്രദ്ധിക്കണം. ഖദീജ ബീവിനെ തവസ്സുലാക്കാൻ പോവാണ്. മുഹിദ്ദീൻ ശൈഖിന്റെ ഉമ്മാമയായ ഉമ്മൂമയായ ഖദീജ ബീവിയെ തവസ്സുലാക്കുകയാണ്. നതവസ്സൽ ബിൽ ഹുബാബ വൽ ബതൂലിൽ മുസ്തതാബ. ഈ മജ്ലിസിൽ എണീച്ചു നിൽക്കാൻ പറഞ്ഞപ്പോ ഈ സഹോദരിമാര് എണീച്ചു നിന്നു. ഖദീജ ഉമ്മാടെ പൊരുത്തം, ഞങ്ങളെ ഉമ്മയാണ് ബീവി ഖദീജ. അവരെ ബറക്കത്ത് ഈ മജ്ലിസിൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുഴുവൻ മജ്ലിസുകളും നതവസ്സൽ ബിൽ ഹുബാബ, അൽ ഹുബാബ ഖദീജ ബീവിയുടെ ബറക്കത്ത് നൽകണം അല്ലാഹ്. നതവസ്സൽ ബിൽ ഹുബാബ വൽ ബതൂലിൽ മുസ്തതാബ വന്നബി ثم صحابة فعسى دعوى مجابة. അവന്റെ മനസ്സിലെ മുറാദ് കരുതിയിട്ട് ഉറക്കെ ചൊല്ലി മക്കളെ, മുഅ്മിനീങ്ങളെ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. നമ്മൾ പേര് വിളിക്കേണ്ടവരെ വിളിച്ചാല് ഗുണം കിട്ടും. ഞാൻ ഇത്തവണ ജയിലിലാകേണ്ട ആളാണ്. അത് ഞാൻ പറയാം, ലാസ്റ്റ് പറയും, കെട്ടുകഥ പറയല്ല. ബദരീങ്ങളെ പേര് ചൊല്ലിയിട്ട് രക്ഷപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് പറയും കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്. അല്ലാ, ഈ ബംഗാളികൾ വന്ന് എല്ലാവരും ഹിന്ദി പഠിച്ചു പോയി.
എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവരും ഇരുന്നല്ല, കുട്ടികൾ പോലും ഇരുന്നു. അല്ലാഹു തആല നമ്മളെ മക്കൾക്കൊക്കെ, എല്ലാ മക്കൾക്കും എന്നെ പോലെ താടി മീശയിൽ നരച്ച മക്കളടക്കം എല്ലാവർക്കും ബറക്കത്ത് ഖൈർ നൽകണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ശരീഅത്തില്ലാതെ ഒരു വലിയും വലിയാവൂല. ആർക്കും ശരീഅത്ത് ബാധകമല്ലാത്ത ഒരൊറ്റ മഖ്ലൂഖുല്ല. തക്ലീഫ് ഉണ്ടോ, ബുദ്ധി ഉണ്ടോ, തന്റെ ഇടമുണ്ടോ, വിവേകം ഉണ്ടോ, തംയീസ് ഉണ്ടോ, ശരീഅത്ത് വേണം. ഹേയ്, അത് ഔലിയാക്കന്മാർക്ക് ശരീഅത്തില്ല. ഓൻ ത്വരീഖത്തിന്റെ ഒലക്കപ്പുണ്ണാക്കിന്റെ 8 പീസ് പാസ്സായ ആളാ. ഓനക്ക് ശരീഅത്ത് ബാധകല്ല. ഓന് സർവ്വ പെണ്ണിന് കൈ പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ശൈത്താന്റെ ആൾക്കാരാണ്, അള്ളാന്റെ ആൾക്കാരല്ല. ഔലിയാഉല്ലാഹി അല്ല, അള്ളാന്റെ ഔലിയാക്കൾ അല്ല. അവർ ഔലിയാഉ ശൈത്താനാണ്, ശൈത്താന്റെ ഔലിയാക്കന്മാരാണ്. അതാ ഞാൻ പറഞ്ഞത്, തന്റെ ഇടം ഉണ്ടാകുമ്പോ ശരീഅത്ത് ബാധകമാകാതിരിക്കൂല്ല എന്ന്. തന്റെ ഇടം ഇല്ലാത്ത ചില സംഗതിയൊക്കെ ഉണ്ടാവും, അങ്ങനെയും ചില മനുഷ്യന്മാരുണ്ടാവും. അതാരാ? ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് തന്റെ ഇടം പോയി. എന്താ പോകാൻ കാരണം? തമീസ് പോകാൻ കാരണം എന്താ? പ്രേമിച്ചതാണ്. ആരെ പ്രേമിച്ചു? ഉമർ ഇബ്നു ഖത്താബ് പ്രേമിക്കേണ്ട ആളെ പ്രേമിച്ചു. നമ്മക്കൊക്കെ പ്രേമിക്കൽ ഫർളാണ്, നമ്മളൊക്കെ പ്രേമിച്ചോളണം. ഞങ്ങളോട് പറയാണ്, നിങ്ങൾ പ്രേമിക്കണം. ആരാ പറഞ്ഞത്? അല്ലാഹ് പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അല്ലാഹനെ പ്രേമിക്കണം, റസൂലുള്ളാഹിനെ പ്രേമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. റസൂലുള്ളാഹി വഫാത്തായപ്പോ ചില സ്വഹാബികൾ പറഞ്ഞു, വഫാത്തായ നേരത്ത്, ആ നേരത്ത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ചരിത്രം പരിശോധിക്കാം കിതാബുകളിൽ. മുതഅല്ലിമീങ്ങളെ, അന്ന് തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച സുബഹി കഴിഞ്ഞ ഉടനെ റസൂലുള്ളാഹിയുടെ പനിക്ക് നല്ല സുഖമുണ്ട്, നല്ല സമാധാനമുണ്ട്, തലവേദനയ്ക്ക് നല്ല സൗഖ്യമുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയുടെ ഈ സൗഖ്യം കണ്ടപ്പോൾ, റാഹത്ത് കണ്ടപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോയി. എത്രയോ ദിവസമായി അവരൊന്ന് വിശ്രമിച്ചിട്ട്, എത്രയോ ദിവസമായി സ്വഹാബത്തൊന്ന് നല്ലപോലെ ആഹാരം കഴിച്ചിട്ട്, നല്ലപോലെ ഉറങ്ങിയിട്ട് ദിവസങ്ങൾ പലതായി. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വീട്ടിലേക്ക് പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സുൻഹ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, മദീനയിലുള്ള സുൻഹ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എല്ലാവരും പോയ സമയത്ത് കുറച്ച് കഴിയുമ്പോഴേ, അതേ വെയിൽ ചൂടായപ്പോഴേ ഒരു 8:30-9 മണിയാവും. അത് ഞാൻ സുമാർ പറയാൻ, ഈ എവിടെ 8:30 മണിയായിന്ന് കിതാബിലുണ്ടോ? അതിന്റെ സനദ എവിടെയെന്ന് വെച്ച് വരാൻ നിൽക്കണ്ട. അതായത് വെയിൽ ചൂടായപ്പോ ഒരു 8:30-9 മണിയാകുമ്പോഴേ എന്തായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി വളരെ ശക്തമാവുകയാണ്. പനി ശക്തമായാലും റസൂലുള്ളാഹിക്ക് പ്രയാസം വന്നിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി ളുഹറിന്റെ മുമ്പായിട്ട് ളുഹാന്റെ ടൈമിൽ വഫാത്താവുകയാണ്. ആയിഷ ഉമ്മ ബീവിയുടെ നെഞ്ചത്ത് തലവെച്ചിട്ട് ഹബീബായ തങ്ങൾ വഫാത്താവുകയാണ്. വഫാത്താകുന്നതിന്റെ മുമ്പ് തന്നെ പനി ശക്തമായപ്പോഴേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്ക് ആൾക്കാരെ വിട്ടിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ അടുത്തേക്ക് ആളെ വിട്ടിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ അടുത്തേക്ക് ആളെ വിട്ടിട്ടുണ്ട്. അവരൊക്കെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഹബീബായ തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഇത് കേട്ട് റസൂലുള്ളാഹി വഫാത്തായി എന്ന് കേട്ടപ്പോൾ ഓടി വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബായ തിരുനബിയോട് ഉള്ള സ്നേഹം കൊണ്ട്, അടങ്ങാത്ത പാരമ്യം കൊണ്ട്, സ്നേഹത്തിന്റെ പാരമ്യം കൊണ്ട് തിരുനബി തങ്ങൾ വഫാത്തായി എന്ന് ഉൾക്കൊള്ളാൻ ഉമറിന്റെ മനസ്സിന് സമ്മതമില്ല. ഉമറിന്റെ മനസ്സിന് പാകമാകുന്നില്ല. ഹബീബായ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മനസ്സിൽ ഉൾക്കൊള്ളുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ടാ വരുന്നത്. ആരാ പറഞ്ഞത് എന്റെ റസൂൽ വഫാത്തായി എന്ന്? ആരെങ്കിലും പറഞ്ഞവനെ ഞാൻ കണ്ടാൽ അവന്റെ തലയും അവന്റെ ഉടലും 2 കഷ്ണമായി ഈ വാളുകൊണ്ട് ഞാൻ ഖണ്ഡിക്കും. ഉറപ്പാണ്, ഖണ്ഡിക്കും, ഉറപ്പാണ്. വല്ലാഹ് ഞാൻ അറുക്കും അവനെ. റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറയേ. എന്തെങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? മാ തഖൂലൂൻ, ക്യാ ബാത് ഹേ, क्या बोलेगा? നിങ്ങൾ എന്താ പറഞ്ഞ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്തിഖാൽ ഹോ ഗയാ എന്നാണോ പറഞ്ഞത്? ആ പറഞ്ഞത് ശരിയല്ല.
അള്ളാന്റെ റസൂല് തിരിച്ചു വരും. മൂസ അലൈഹിസ്സലാം തിരിച്ചു വന്ന പോലെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. വന്നിട്ട് തിരുനബി മരിച്ചു എന്ന് പറഞ്ഞവന്റെ കൈയും കാലും അള്ളാന്റെ റസൂല് ഖണ്ഡിക്കുമെടാ. ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഭ്രാന്തായിട്ട്, ഭ്രാന്തമായ ദേഷ്യത്തോടെ ആ ദേഷ്യാണ്. തമീസ് പോയി. തമീസ് പോയാ പിന്നെ അങ്ങനെ, അതായത് വകതിരിവില്ല. ആ ടൈമിൽ ആ ഒരു ജദ്ബിന്റെ ഹാലാണ്. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോ ഔലിയാക്കന്മാർക്കും അള്ളാഹിനെ സ്നേഹിച്ചിട്ട് ഉണ്ടായേക്കാം. ഇതിപ്പോ ചില ആൾക്കാർ എങ്ങനെയെന്നറിയോ? അവൻ വലിയ ഷെയ്ഖ. ഓന് എന്നുള്ളത് ഞങ്ങളെ മലപ്പുറം ശൈലിയാട്ടോ. ഓം വലിയ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അവൻ വലിയ ഷെയ്ഖ് എന്നർത്ഥം. അവൻ വലിയ ഷെയ്ഖ. പെണ്ണുങ്ങൾ വരുമ്പോൾ അവൻ ഷെയ്ഖ. എല്ലാവരും കൈ പിടിക്കും, പുറത്ത് ഒയ്യും, തലമ്മൽ ഒയ്യും, തലന്റെ അടിയിൽ ഒയ്യും, മുന്നൂര് ഒഴിയും, എല്ലാ സ്ഥലത്തും ഒഴിഞ്ഞു കൊടുക്കും. കാരണം എന്താ? തങ്ങപ്പാപ്പല്ലേ, ഷെയ്ഖല്ലേ. എന്നിട്ടോ നിസ്കരിക്കുന്ന സമയത്ത് അപ്പൊ ഷെയ്ഖൂഹത്തൊന്നുമില്ല, ഈ ഷെയ്ഖാകലൊന്നുമില്ല. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ സുബൈന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുകാരൻ മൂപ്പർക്ക് അത് അദ്ദേഹത്തിന് അത് ബാധകല്ല. നിസ്കരിക്കൂല, ഒന്നും ചെയ്യൂല. അങ്ങനെ ഒരു ഷെയ്ഖില്ല. ഔലിയാക്കന്മാര് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ദുനിയാവിനോടൊരു ബന്ധം ഉണ്ടാവില്ല. ദുനിയാവിന്റെ പൊന്നിങ്ങനെ കിട്ടുമ്പോ, പൈസ അങ്ങനെ കിട്ടുമ്പോ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അങ്ങനെ കിട്ടുമ്പോ അതിലേക്ക് തിരിഞ്ഞു നോക്കൂല. ഇപ്പൊ അടുത്ത കാലത്ത് വഫാത്തായി പോയ ഷെയ്ഖ് ബഹുമാനപ്പെട്ട കുണ്ടൂര് അബ്ദുൽ ഖാദിർ മുസ്ലിയാര് എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മൂപ്പരെ കയ്യിൽ കിട്ടിയത് 1/2 മണിക്കൂർ കൊണ്ട് എല്ലാവർക്കും കൊടുത്ത്. എന്റെ നാട്ടിന്റെ അടുത്താണ്, ഞാൻ തന്നെ പലപ്പോഴും കണ്ടതാണ്. ലക്ഷങ്ങൾ കിട്ടിയാൽ 1/2 മണിക്കൂർ കൊണ്ട് അതൊക്കെ പാവങ്ങൾക്ക് കൊടുത്ത്. നമ്മളെ മറിയം താത്താക്ക് കൊണ്ടേ കൊടുത്താളെന്ന് പറയും. ഒരു മറിയം താത്ത ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ദുനിയാവിനോട് പ്രേമില്ല. അതാണ് ബലത്ത് ശരീഅത്തും കടൽ ഉള്ളവർ, ഇടത്ത് ഹഖീഖത്തും കടൽ ഉള്ളവർ. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി നിങ്ങൾ കേൾക്കണോ? ഒരു കാമൽ നിന്നിട്ടോ ഒരു ഖാത്തം തീർത്തോവർ, ഒരു ചൽ മുതലായി 3 ആണ്ട് കാത്തോവർ. അതാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ശരീഅത്ത്. കണ്ടങ്ങള്, ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. ഒരു കാമൽ എന്ന് പറഞ്ഞ ഒറ്റ കാലിലിങ്ങനെ നിന്നിട്ട് ഇശാക്ക് ശേഷം സുബഹിന്റെ മുമ്പായി ഒരു ഖത്മു ഖുർആൻ ഓതി. അൽഹംദുലില്ലാ. ഇന്ന് ഖുർആനിന്റെ ഏതെങ്കിലും ഒരു യാസീനോ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയ ആൾക്കാരുണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. ഇന്നത്തെ ദിവസം ഖുർആന്റെ ഒരു സൂറത്ത് ഓതിയ ആൾക്കാർ പോലെ സലാഹുദ്ദീന്റെ മോനെ ഓതിയിട്ടില്ലേ? ഓതിയിട്ടുണ്ടല്ലോ. ഇശാ നിസ്കരിച്ചിട്ടില്ലേ? ഐഷാൻസ്കാരത്തിൽ ഫാത്തിഹ ഓതിക്കണില്ലേ? ഖുർആന്റെ ഏറ്റവും പോരിശാക്കപ്പെട്ട സൂറത്തല്ലേ? അപ്പൊ ഒറ്റ സൂറത്തും ആരും ഓതിയിട്ടില്ലെങ്കിൽ ഓൻ നിസ്കരിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ നിസ്കരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. അങ്ങനെ ഒറ്റ കാമല് നിന്നിട്ടൊരു കാലും മേൽ നിന്നിട്ടൊരു ഖത്തം തീർത്തു ഒറ്റ രാത്രി കൊണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് സംശയം, ഈ സംശയ രോഗമാണ് എല്ലാത്തിനും പ്രശ്നം. ചില ആൾക്കാരെ സംശയം എന്താ? മുസ്ലിയാരെ അതെങ്ങനെ ഉണ്ടാവോ? ഓന്റെ ഒരു സംശയം ആനത്തല പോലുള്ള സംശയമാണ്. ഓന്റെ തലന്റെ സംശയം. ആ സംശയം പോണെങ്കിൽ പഴയ ചാക്കുണ്ട്, പഴയ ചാക്ക് നനച്ചിട്ട് തലന്റെ മുകളിൽ ഇട്ടാൽ മതി. എന്നാൽ തലക്കൊരു സുഖം ഉണ്ടാവും. എന്നാൽ സംശയരോഗം പോകാൻ നല്ലതാണ്. ചങ്ങാതി, അല്ലാഹു തആലാന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല ടൈം ചുരുക്കി കൊടുക്കും. അതല്ലേ 10,000 ലക്ഷക്കണക്കിന് കിലോമീറ്ററാണ് ഒരു രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ട് ആര് പോയി വന്നത്? മുഹമ്മദ് മുസ്തഫ. എവിടെ പോയി വന്നത്? ഫലസ്തീനിൽ പോയി വന്നു. നമുക്ക് അല്ലാഹു അവിടെ പോകാൻ, ബൈത്തുൽ മുഖദ്ദസിൽ മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടെ മാത്രമല്ല, അതിന്റെ അപ്പുറത്തും പോയി. മിഅ്റാജ് രാവിലെ പോയി. മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. ഞാൻ ചെറിയ കുട്ടിയായ കാലത്ത് എന്റെ ഉമ്മ പാടി തന്ന പാട്ടുകൾ അതൊക്കെ. ഇപ്പൊ എന്തൊക്കെയാ പാടല്? അല്ലാ, പാലാപ്പള്ളി പുതുപ്പള്ളി, ഈ സൈസ് പാട്ടുകൾ. അപ്പത്തെ പാട്ട്
ഞാൻ നാളെ ചോദിച്ചു ഈ പുതുപ്പള്ളി എവിടുത്തെ പള്ളിയാണ്? അത് ഏതോ നസ്രാനികളുടെ പള്ളിയാണ്. പൊന്നു മോനെ, ആ പള്ളിന്റെ ഫളായിൽ നമ്മൾ പാടിയിട്ട് എന്ത് കിട്ടാനാണ്? ഞമ്മക്ക് പാടേണ്ട പള്ളി പലതും ഉണ്ട് അല്ലേ? നമ്മൾ പാടേണ്ട പള്ളി ഏതാണ്? ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുത്തി മണക്കുന്ന ഹജറുൽ അസ്വദ് കാണുവാൻ എത്തിക്കണമേ. പഴയ കാലത്ത് നമ്മുടെ കൊല്ലത്ത് നിന്ന്, മുകുന്ദപുരത്ത് നിന്ന്, കൊട്ടുകാട്ട് നിന്ന്, അതുപോലെയുള്ള കരുനാഗപ്പള്ളിയിൽ നിന്നും ഇങ്ങനെ ഹജ്ജിന് പോകാറില്ല. അതിന് കഴിവില്ല. അപ്പൊ ഒരാൾ പാട്ട് പാടിയ, മലപ്പുറം ജില്ലക്കാരൻ ഒരാൾ പാട്ട് പാടിയതാ. എന്താ പാട്ട്? ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കീനാവ് കണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ ശിഹാബ് ഉസ്താദിന് ഓർമ്മ ഉണ്ടാവും, കേട്ട ഓർമ്മ ഉണ്ടാവും. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കീനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. പാടുപാട്. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കീനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം. ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. ആ പാട്ട് ഇപ്പൊ എവിടെ എത്തി? ഹൗദുൽ കൗസറിന്റെ അവിടെ എത്തി, മക്കത്തെത്തി, മദീനത്തെത്തി അല്ലേ? മക്ക കാറ്റിനോട് വർത്താനം പറയുമ്പോഴും അതും മക്ക. കാറ്റിനോട് വർത്താനം പറയുമ്പോ റസൂലുള്ളാഹിനെ പറ്റി ഖാഫ് മല കണ്ട പൂങ്കാറ്റേ കാണിക്കാൻ നീ കൊണ്ട് വന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മദ്ഹൂറും ഖിസ്സ പറഞ്ഞാട്ടെ. കാരക്ക കായ്ക്കുന്ന നാടേതാ? കൊട്ടുപാട അല്ല. എന്റെ നാട് തെന്നല എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അതാണോ? അതല്ല. മണപ്പള്ളിയാണോ? ആ പള്ളിയല്ല, മക്കത്തെ പള്ളിയാണ്. മണപ്പള്ളിയല്ല, മക്കപ്പള്ളിയാണ്. അതാണ് ആ പറഞ്ഞത്. ഏത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ പാട്ടൊക്കെ? അല്ലാ, ഓർമ്മ ഉണ്ടായാലും വേണ്ടില്ല, ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല. ഖുർആൻ മറക്കാതെ, വിക്റുകൾ മറക്കാതെ, കിതാബിന്റെ ഇബാറത്ത് മറക്കാതെ ബറക്കത്തുള്ള ഓർമ്മശക്തി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. ആ പാട്ട് ഓർമ്മയില്ലാച്ചിട്ട് പ്രത്യേകിച്ച് ജിബ്രീലിന്റെ അടുത്ത് നിന്ന് മേട്ടം കിട്ടൂല. മേട്ടം തന്നെ തലക്ക് മേട്ടം കിട്ടൂല, അദാബ് കിട്ടൂല. അള്ളാഹു എല്ലാ അദാബുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ എന്റെ കാല് മുറിക്കാഞ്ഞത്? അവരറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും കൽബിലൊന്ന് കൈവച്ചിട്ട്, നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിച്ചു നോക്ക്, നമ്മളെ നിസ്കാരം എവിടെ? മുഹീദ്ദീൻ ശൈഖ് തങ്ങള് നേരം വെളുക്കണത് വരെ അതാ ഒറ്റ രാത്രി കൊണ്ടൊരു ഖത്തം ഓതി തീർക്കുകയാണ്. എന്നിട്ടോ ബാക്കി എന്താ പറഞ്ഞത്? ഒരു കാമൽ നിന്നിട്ടോരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോവർ, മൂവാണ്ട് പാത്തോവർ. ഒരു ചൊൽ മുതലായി മൂവാണ്ട് പാർത്തോവർ. അതായത് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം മഹാനവർകളെ ശൈഖാൻ. ആ ഖദർ അലൈഹിസ്സലാം കണ്ടങ്ങളിൽ ബഹുമാനപ്പെട്ടവര് എന്ത് ചെയ്തു? ഒരിക്കൽ വന്നു. ശൈഖ് അവർകളെ ബഹുമാനപ്പെട്ട ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിൽ പറയുന്നുണ്ട്. വന്നിട്ട് ചോദിച്ചു. എന്ത് ചോദിച്ചു? മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്റെ മുരീദാകാൻ താല്പര്യം ഉണ്ടോ? മുഹീദ്ദീൻ ശൈഖാണെങ്കിൽ ഖദർ അലൈഹിസ്സലാമിനെ കിട്ടാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോഴാ തേടിയ വള്ളി കാലിൽ ചുറ്റിയത്. തേടിയ വള്ളി കാലിൽ ചുറ്റി. വള്ളി എന്ന് പറഞ്ഞ ആരാ? ഖദർ അലൈഹിസ്സലാം. അതാണ് ഇവിടുത്തെ തസ്ബീഹ്. കാലുമ ചുറ്റി. ഞാൻ അതേ നിങ്ങളെ തേടി നടക്കുകയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, റെഡിയാണ്. ബഹുമാന ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിൽ കാണാം. എന്ത് കാണാം? ഓക്കെ, റെഡിയാണ്. ഞാൻ നിങ്ങളെ മുരീദായി അംഗീകരിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ എന്റെ ശിഷ്യനായി അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഒരു നിബന്ധന ഉണ്ട്. എന്താണെന്നറിയോ? ഫലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ
ഞാൻ നിങ്ങളോട് പറയുന്നത് വിശദീകരിച്ചു തരും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല, എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. ആര് പറഞ്ഞു? ഖദർ അലൈഹിസ്സലാം പറഞ്ഞു. നിങ്ങൾ എന്റെ ശിഷ്യനാകാം, കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ മുരീദായി അംഗീകരിച്ചിരിക്കുന്നു, പക്ഷേ ഒരു വിഷയത്തിലും എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഓക്കെ, റെഡി എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശൈഖാണ് ആര്? ഇടയ്ക്ക് പറയും, നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറയും. ഒന്നുമില്ലെങ്കിൽ മുഹമ്മദ് നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തേ പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലേ പറഞ്ഞു? അതെന്നെ പറഞ്ഞോളൂ. മൂസാ നബിന്റെ ശൈഖല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളാ പറഞ്ഞത് ശരി തന്നെയാണ്. റസൂലുള്ളാഹിനെ എപ്പോഴും എല്ലാ ഖൈറിന്റെ എല്ലാ മേഖലയ്ക്കും ഫിറ്റാക്കാൻ പറ്റും. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയാ, നിങ്ങൾ ഖദർ നബിന്റെ അടുക്കൽ പോണം, ഖദർ നബിയെ ശൈഖാക്കണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം പോയി. എന്തേ പറഞ്ഞത്? ഞങ്ങളൊപ്പം കൂടുകയാണ്, ഞാൻ നിങ്ങളൊപ്പം കൂടുകയാണ് എന്ന് മൂസാ അലൈഹിസ്സലാം പറഞ്ഞപ്പോഴ് ഖദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലെങ്കിൽ ഖദർ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഒരു കാര്യത്തിലും എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആനിലുള്ളതാണ്. അപ്പൊ ശൈഖിനെ മുരീദ് ചോദ്യം ചെയ്യാൻ പാടില്ല. ഒറിജിനൽ ശൈഖാണെങ്കിൽ ചോദ്യം ചെയ്യാൻ പാടില്ല, ഒറിജിനൽ ആണെങ്കിൽ ഡൂപ്ലി ആണെങ്കിലല്ല. ഓക്കെ, എന്നാ ശരി, ഞാൻ നിങ്ങളെ മുരീദായി അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം, ഞാൻ പോവാണ്. ഒറ്റ പോക്ക. ഇരിയം നായകൽ കേട്ടാല് ഇരുന്നോവർ എന്നാര് ഖിദർ താം അവർ കിട്ടേ ചെന്നിട്ട് കണ്ണങ്ങള് ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ പറഞ്ഞു, ഇവിടെ തന്നെ ഇരിക്കണം. ഇരി എന്ന ഏകൽ കേട്ടാല് ഇരുന്നോവർ, ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു എന്ന് പറഞ്ഞാൽ നിന്നിട്ടുണ്ടാവും. അവിടുന്ന് വേറെ എവിടേക്കും പോയിട്ടില്ല. ആര് പോയിട്ടില്ല? അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ദൂസര ജഗാമേ ഹസ്രത്ത് നഹി ഗയ മാ ദഹബ ഇലാ അയ്യി മക്കാൻ, ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. ആര് പോയിട്ടില്ല? വഅലൈക്കും സലാം. ശൈഖ് തങ്ങൾ പോയിട്ടില്ല, മുഹീദ്ദീൻ ശൈഖ് പോയിട്ടില്ല. അങ്ങനെ ആഫ്റ്റർ 1 ഇയർ, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങനെ വരുന്നിട്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആര് വരുന്നു? ശൈഖ് ഖദർ അലൈഹിസ്സലാം. എപ്പോഴാ വന്നത് മോനെ? ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. സുഖന്നല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നൊക്കെ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു. സുഖം തന്നെയല്ലേ? റാഹത്തല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ സുഖം തന്നെയല്ലേ? അങ്ങനെ പോണ്. അതാ മറുപടി. എങ്ങനെ പോണ്? ഒരു വിധം സുഖം തന്നെയാണ്. തലക്ക് ചെറിയൊരു വേദന ഉണ്ട്, ഉമ്മാക്ക് ചെറിയ പ്രശ്നമുണ്ട്, ഗൾഫിലുള്ള മോനക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ബിസിനസ് ആകെ തകർന്നിക്കണ്. എല്ലാം കൂടിയാണ്ട് വിളമ്പും. അത് ശരിയല്ല. പിന്നെന്താ ശരിയുള്ളത്? അൽഹംദുലില്ലാഹ്. മുമ്പ് ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പെണ്ണുങ്ങൾ ഭാര്യ പറഞ്ഞ പോലെ പറയണം. ഇസ്മായിൽ നബിയുടെ ഭാര്യ, രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് നല്ല സുഖാണെന്ന് പറഞ്ഞു. അതുപോലെ പറയണം. ഈ വന്ന ആളോട് ശിഹാബ് ഉസ്താദ് എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് റാഹത്തന്നല്ലേ എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം കൂടി വിളമ്പിയിട്ട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അയാളെ കൊണ്ട് കഴിയൂല. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലോ എനിക്ക് ദിക്ർ ചൊല്ലിയ കൂലിയായി, അത് കേട്ട കൂലി മൂപ്പർക്കും കിട്ടും, രണ്ടാക്കും കൂലിയായി. ആ കൂലിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗം അല്ലാഹു മാറ്റിത്തരും. ദിക്റുകളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റിത്തരണേ അല്ലാഹ്. ഒരു കൊല്ലം കഴിഞ്ഞ് സുഖം തന്നെയാണ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞു. എന്നാ ഞാൻ പോട്ടട്ടോ എന്നും പറഞ്ഞു ഒറ്റ പോക്ക. ആര്? ഖദർ നബി അലൈഹിസ്സലാം. ആ പോക്ക് പോയി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ എത്ര കൊല്ലായി? 2 കൊല്ലായി. പിന്നെയും വന്ന് അസ്സലാമു അലൈക്കും. 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നു. ഇതെല്ലാം ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബില് ശത്നൂഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന്, എന്താ പിന്നെ കൈഫ ഹാലുക, സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ പോട്ടട്ടോ എന്ന് പറഞ്ഞു ഒറ്റ പോക്ക്. പിന്നെ ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ ടോട്ടൽ എത്ര കൊല്ലായി? അതാ പറഞ്ഞത്. ഒരു കാമൽ നിന്നിട്ടൊരു ഖതം തീർത്തോവർ, പിന്നെ ഒരു ചൊൽമുതലായി 3 ആണ്ട് പാർത്തോവർ. 3 കൊല്ലം താമസിച്ചു. ആരി? ബഹുമാനപ്പെട്ട സയ്യിദുനാ. അതിനുശേഷം 3 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം എന്നാരേ ഖദർ താം ആവർക്കിട്ട് ചെന്നിട്ട് ഏകല്ലാരുളാലേ
അവർ കൂടെ നിന്നോവർ. ആ 3 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം എന്ത് ചെയ്തു? എന്നാരെ ഹിദർത്താം അവർക്കിട്ട് ചെന്നിട്ട് ഏകൽ അരുളാലെ അവർ കൂടെ നിന്നോവർ. 3 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം മുഹീദ്ദീൻ ശൈഖിന്റെ കൂടെ ജീവിച്ചു. ആര്? സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം. അങ്ങനെ കുറച്ചു കാലം ജീവിച്ചതിന്റെ ശേഷം പിന്നെ രണ്ടാളും കൂടി ലോകം ചുറ്റുകയാണ്. രണ്ടുപേരും ആരാ? രണ്ടുപേര് ശൈഖും മുരീദും കൂടി, ഉസ്താദും ശിഷ്യനും കൂടി ലോകം ചുറ്റുകയാണ്. 20 ആണ്ടോളം ചുറ്റി നടന്നോവർ. ഇരിയെന്ന ഏകൽ കേട്ടാര് ഇരുന്നോവർ. ചൊല്ലി ബിൽ ഖുത്ബി റബ്ബ്. വെള്ളിക്കോല് എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളി ഉണ്ടാവില്ല. അതേമാതിരി ജീരകവെള്ളം, ജീരകം തീരെ തൊട്ട് തീണ്ടാത്ത നല്ല ജീരകവെള്ളം കൊടുത്തയച്ച ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് സ്വർഗത്തിലെ ജീരകവെള്ളം കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ എന്ത് കിട്ടിയാലും പച്ചവെള്ളം തന്നാലും പച്ച വെള്ളം തന്നാലും ദ്വാരക്കണല്ലോ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അതല്ലേ പറഞ്ഞത്. അന്താക്കിയയിൽ ചെന്നപ്പോൾ മൂസാ നബിയും ഖദർ നബിയും കൂടി ശൈഖും മുരീദുമാണ്. അന്താക്കിയയിൽ ചെന്നപ്പോൾ പച്ച വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല ആരാ നാട്ടുകാർ. പക്ഷേ കൊല്ലത്തുകാർ അങ്ങനൊന്നും അല്ലട്ടോ. ഇങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ പൊതിയുന്ന ആൾക്കാരാണ്. സംഗതി അങ്ങനെയാണ്. സ്നേഹം വളരെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കൊക്കെ അതെന്താണെന്നറിയോ? തഴവ ഉസ്താദ്, ശൈഖുന ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഉസ്താദ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഉസ്താദുമാർ ജീവിച്ച ആ ഒരു പാരമ്പര്യം ഇവിടെയാണെന്നുണ്ടെങ്കിൽ, കൊട്ടുകാടാണെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന EK ദാരിമി ഉസ്താദിന്റെ ആ ഒരു ആത്മീയമായ പ്രഭ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവരെ ബറക്കത്ത് കൊണ്ട് അവരെ ഹാദിമീങ്ങളായി ഞങ്ങളെ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാഹ്. എല്ലാ നാട്ടിലും സ്വാലിഹ്യങ്ങളുണ്ടാവും. കൊല്ലത്ത് ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട്. തട്ടാമലയിൽ 1983 ആ അത്ഭുതം ഉണ്ടായത് അല്ലേ? എന്തേ മോനെ തട്ടാമലയിൽ അത്ഭുതം ഉണ്ടായത്? അറിയില്ലല്ലേ? അങ്ങനെ അത്ഭുതം. തട്ടാമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ലണ്ടനിലല്ല, കൊല്ലം ജില്ലയിലാണ്. അവിടെ എന്താ ഉണ്ടായത് വെച്ചാൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടി, പള്ളിയുടെ വിപുലീകരണത്തിന് വേണ്ടി ഇങ്ങനെ മമ്മട്ടി കൊണ്ട് ഇങ്ങനെ കൊത്തിയപ്പോഴ് ഒരു ജനാസ അവിടെ നിന്ന് ഇങ്ങനെ നല്ല സ്മെല്ല് വരുന്നു. ഒരു ജനാസ, ഒരു മയ്യത്ത്, അതിന്റെ കഫം പുടവ പോലും നശിച്ചിട്ടില്ല, നശിക്കൂല. സ്വാലിഹീങ്ങളെ കഫം പുടവ നശിക്കൂല. എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അല്ലാഹു തആല ആ സ്വാലിഹീങ്ങളെ പ്രിയം വെച്ച വകയിലെങ്കിലും രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. 25 കൊല്ലമാണ് രണ്ടുപേരും കൂടി നടന്നത്. ലോകം മുഴുവനും ഒരു പക്ഷേ മുകുന്ദപുരത്തും വന്നിട്ടുണ്ടാകാം. ആര്? ഖദർ നബി അലൈഹിസ്സലാം. ഇല്ല എന്ന് പറയാൻ പറ്റൂല. ശൈഖുന CM വലിയുള്ള മഹാനവർകൾ സുജൂദ് ചെയ്ത സ്ഥലമൊക്കെ നല്ല പള്ളികൾ വന്നിട്ടുണ്ട്. കാരന്തൂർ എന്ന് പറഞ്ഞ സ്ഥലം എവിടെ? കോഴിക്കോട് ജില്ലയിൽ കാരന്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തേക്കൻ ചോട്ടിൽ ആ സ്ഥലത്തിന്റെ പേര് ഉണ്ടായിരുന്നത്. ഒരു നല്ല യതീംഖാനയും നല്ല പള്ളിയും നല്ല ദർസും സ്ഥാപിക്കാൻ വേണ്ടി ഉസ്താദുമാര് ഒരുപാട് സ്ഥലത്ത് നടന്നു. അനുയോജ്യമായ സ്ഥലം കിട്ടിയില്ല. അപ്പോഴാണ് KP ചന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ ഒരു വസ്തു വിൽക്കാനുണ്ട് എന്നറിഞ്ഞത്. അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും, കോഴിക്കോട്ട് നിന്ന് താമരശ്ശേരിയിലേക്കും ജീപ്പിൽ, അന്നത്തെ വലിയ കാറ് അതാണല്ലോ, വലിയ വാഹനം, ജീപ്പിൽ ഉസ്താദുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഏതായാലും പോയി നോക്കുക എന്ന് പറഞ്ഞ് എങ്ങോട്ട് വടക്കോട്ട് നടന്നു. സയ്യിദ് അവേലത്ത് തങ്ങളും ഉസ്താദുമാരും നടന്നപ്പോ ഓക്കെ, ഈ വസ്തുവിന് നമുക്ക് അഡ്വാൻസ് കൊടുക്കാം. നോക്കുമ്പോഴാ സ്ഥലം ഏതാണ്? ആ വസ്തു ഏതാണ്? ആ വസ്തു ശൈഖുനാ മടവൂര് സുജൂദിൽ ചെയ്ത സ്ഥലമാണ്. ബദറൊള്ളിയാൽ ലംഘുന്നേ, പരിമളം വീശിടുന്നേ, മഹിമയിടും ശൈഖോരെ ഖുത്ബൊലിയോരെ, CM കരുണ തരും യാ ശൈഖൽ അഅ്ളമി നൂറേ. ബദറൊളിയാൽ
ലംഘുന്നേ പരിമളം വീശിടുന്നേ മഹിമയിടും ശൈഖോരെ ഖുത്ബുലിയോരെ സിയം കരുണ തരും യാ ശൈഖൽ അഅ്വമി നൂറേ പല മറമും ഉള്ളോരെ തിരുമൊഴിയാൽ സന്തോഷ പദവികളിൽ ആക്കി കൊണ്ടയച്ചൊരു നൂറേ എൻ്റെ മറന്നുകളെല്ലാം പോക്കി ശിവ തരുവീരേ പല മറവും ഉള്ളോരെ തിരുമൊഴിയാൽ സന്തോഷ പദവികളിൽ ആക്കി കൊണ്ടയച്ചൊരു നൂറേ ഒളിയാൽ ലംഘുന്നേ പരിമളം വീശിടുന്നേ മഹിമയിഴും ശൈഖോരെ ഖുത്ബുലിയോരെ സിയം കരുണ തരും യാ ശൈഖൽ അഅ്വമി നൂറേ വഴിയറിയാതെന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭ കനിഞ്ഞോരേ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണനിധിയോരേ വഴിയറിയാതെന്നും ഇരുളടഞ്ഞ മാർഗത്തിൽ വന്നണഞ്ഞുള്ളോർക്കെന്നും പ്രഭ കനിഞ്ഞോരേ ശൈഖേ തരണമേ ഞങ്ങൾക്കെന്നും ഗുണനിധിയോരേ ശൈഖുനാ മടവൂർ സിയം വലിയുള്ളാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മഅരിഫത്തിന്റെ റൂട്ടിലേക്ക് ചേർത്തി തരണേ അല്ലാഹ് എല്ലാവരും ഒന്ന് എണീച്ചു നിൽക്കണേ മുഅ്മിനീങ്ങളെ യാ ശൈഖനാ യാ ശൈഖ് മടവൂരിൻ അതൈനാ ബാബക്കും റാജീന ഫൗസൻ കാമിലൻ യാ സയ്യിദി മടവൂർ വലി ചല്ല് ചല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا سيدي مدبور ولي നമ്മളെ ശിഹാബ് സഖാഫി ഉസ്താദ് അല്ലേ വരുന്നത് അല്ലേ ഇങ്ങോട്ട് വരും നമ്മളെ കൂടെ പഠിച്ച ഞങ്ങളെ ക്ലാസ്മേറ്റ് ആണ് അല്ലാഹു തആല ഇങ്ങോട്ട് വരും ആ ഒരു കസേര ഒഴിവുണ്ട് വരി അല്ലാഹു തആല ചവറ ശിഹാബ് സഖാഫി പഠിച്ചവനെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ സഹിച്ച ആളാണ് ശൈഖുനാ മടവൂർ വലിയുള്ളാഹ് സിയം വലിയുള്ളാഹ് ചല്ല് ചല്ല് ബിസ്മില്ലാഹ് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് മോനെ ചല്ല് സിയം വലിയുള്ളാഹ് സിയം വലിയുള്ളാഹ് സിയം വലിയുള്ളാഹ് അൽമദദ് യാ അല്ലാഹ് നമ്മളെ എല്ലാ പ്രയാസങ്ങളും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മുഴുവൻ പ്രയാസങ്ങൾ റാഹത്താക്കി തരണേ റഹ്മാനേ സിഹറുകൾ ബാത്തിലാക്കി തരണേ റഹ്മാനേ ഞങ്ങളെ മക്കൾക്ക് നല്ല ബറക്കത്തുള്ള ഇണകളെ നൽകണേ റഹ്മാനേ മന്ദബുദ്ധികളായ മക്കളെ കാര്യത്തിൽ ദുആരിക്കാൻ പറഞ്ഞ മക്കളുണ്ട് ബാപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് മക്കൾക്ക് നല്ല ബുദ്ധിശക്തി നൽകണേ അല്ലാഹ് റബ്ബേ എല്ലാ സഹോദരങ്ങളെയും കാക്കണേ അല്ലാഹ് അസ്ഹർ സാഹിബ് അതുപോലെ പ്രിയപ്പെട്ട റഷീദ് സാഹിബ് അവർക്കെല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ് ഞാൻ ആഹാരം കഴിച്ചത് ആരുടെ വീട്ടിലെ അഷ്റഫ് സാഹിബിന്റെ വീട്ടിലാണ് എല്ലാ വീടുകളിലും വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനേ
ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ഇജ്ലിസൂ. അറബി അറിയും അള്ളാഹു. വേറെ ഏത് ഭാഷ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അറബി നന്നായി അറിയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് ഭയങ്കര ഒരു സുഖം ഉള്ള, കേൾക്കുമ്പോൾ തന്നെ ഒരു റാഹത്ത് ഉള്ള ഒരു ഭാഷയാണ് അല്ലേ. അത് വേറെ ഒരു ഭാഷക്കും ആ ഒരു സൗന്ദര്യം കിട്ടൂല. അതുകൊണ്ടാണ് അള്ളാഹിന്റെ ഖുർആൻ അറബിയിലായത്. ഇംഗ്ലീഷിലായിട്ടില്ലല്ലോ, ഇല്ല. തമിഴ് ഭാഷയിലായിട്ടില്ലല്ലോ, ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة കണ്ടോ അല്ലാഹു തആല ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സഹോദരന്മാർ ദുആയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞത് അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് ടൈം പ്രശ്നമല്ല. ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ഒരു ഖത്ത ഓതും, പ്രശ്നമാണോ? അല്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു. ആരോട് പറഞ്ഞു? അവിടല്ല സുലൈമാൻ നബിയുടെ ജനങ്ങളോട് പറഞ്ഞു. എന്ത്? അയ്യുക്കും യഅ്തീനി ബി അർശിഹാ. എത്രയോ ദൂരത്തുള്ള സബഇ എന്ന നാട്ടിലുള്ള ആ അർശ്, ആ സിംഹാസനം. ആരുടെ സിംഹാസനം മോനെ? ആരുടെ സിംഹാസനം? ആ ബൽഖീസ്. ആരാ പറഞ്ഞത്? ആ കുട്ടി കിടുവാ, പറഞ്ഞ കുട്ടി കിടുവാ. സമ്മാനം ഇപ്പൊ കൊടുക്കണം. ബൽഖീസ്. പടച്ചോനെ, ആരാ പറഞ്ഞത്? എടാ മോനെ, ആരാണ് ഗുരുത്തക്കേട് കാണിച്ച് മറ്റവന്റെ പേന കട്ടെടുത്തത് എന്നല്ല ഞാൻ ചോദിച്ചത്. അങ്ങനെ ആകുമ്പോഴല്ലേ മടി കാണിക്കേണ്ടതുള്ളൂ. ഈ കുട്ടിയാണ്. പടച്ചോനെ, ഈ കുട്ടിക്ക് നല്ല ബറക്കത്ത് കൊടുക്കണം. ഉസ്താദ് ഷിഹാബ് ഉസ്താദ്, രണ്ട് ഷിഹാബ് ഉസ്താദും കൂടെ വന്നാണ്. മറ്റേ നമ്മളെ ചവറ ഷിഹാബ് ഉസ്താദ്, അതുപോലെ ഇവിടുത്തെ പള്ളിയിലെ ഷിഹാബ് ഉസ്താദ്, 3 പേരും കൂടി ഒന്ന് കൊടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാൻ ഖൂലു തക്ബീർ. എവിടെ മറ്റേ അല്ലാഹു ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ യുവർ നെയിം മുഹമ്മദ് ഷഹീർ. നല്ല പേരാണ്. അല്ലാഹ് ബർക്കത്താക്കട്ടെ. പിന്നെ ഫാദർ ഇവിടെ ഉണ്ടോ? വാപ്പച്ചിയോടെ ഒന്ന് എണീച്ചോ. അൽഹംദുലില്ലാഹ്. ആ വാപ്പച്ചി വലിയൊരു ബറക്കത്തുള്ള വാപ്പച്ചിയാണ്. ഈ മജ്ലിസിൽ വെച്ച് ബൽഖീസ് എന്ന് പറഞ്ഞ ആരാന്നറിയങ്ങള്? സുലൈമാൻ നബിയുടെ ഭാര്യയാണ്. നല്ല നല്ല സ്വാലിഹീങ്ങളെ ഭാര്യമാർക്ക് ബറക്കത്തുണ്ടാവും. ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിക്ക് സമ്മാനം വാങ്ങിയപ്പോൾ നിങ്ങൾ സാക്ഷിയായല്ലോ. സ്വർഗത്തിലും ഇതുപോലെ ഉസ്താദുമാര് നമ്മൾക്ക് എല്ലാവർക്കും സമ്മാനം കൊടുക്കുമ്പോൾ, ഈ കുഞ്ഞുമോന് സമ്മാനം, നമ്മുടെ ഷഹീർ ഖാൻ മോന് സമ്മാനം കൊടുക്കുമ്പോൾ ആഖിറത്തിൽ സ്വർഗത്തിൽ അവിടെ സന്നിഹിതനാകാൻ പ്രിയപ്പെട്ട വാപ്പാക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ പറ. വാപ്പാടെ പേരെന്താ? നിസാർ. അല്ലാഹ്, നമ്മൾ പരിചയം ഉണ്ടല്ലോ അല്ലേ? അതെ. അല്ലാഹു ബർക്കത്താക്കണേ അല്ലാഹ്. മക്കത്ത് പോകാൻ ബാപ്പാക്കും മോനക്കും എല്ലാ, ഈ ബാപ്പാടെ എല്ലാ മക്കൾക്കും മക്കത്ത് പോകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആയിക്കോട്ടെ, അത് ക്യാഷ് അവാർഡാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ബർക്കത്താക്കട്ടെ. ആമീൻ. പിന്നെന്തേ പറഞ്ഞറിയോ? അള്ളാന്റെ എന്തേ പറഞ്ഞത്? സുലൈമാൻ നബിയാ പറഞ്ഞത്. എന്തേ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ബൽഖീസ് ഇവിടെ വരും, എന്റെ കാൽക്കൽ വീണിട്ട് വരും, ഇവിടെ വരും. ആ വരുന്നതിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന്, 10,000കണക്കിന്, ഒരുപക്ഷേ 10,000കണക്കിന് കിലോമീറ്റർ ദൂരത്തുള്ള ബൽഖീസ് എന്ന രാജ്ഞിയുടെ സിംഹാസനം ആരാണ് കൊണ്ടുവരിക? പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ മുമ്പിലുള്ള ജനങ്ങളോട്, ജനങ്ങളെ മുമ്പിൽ ജിന്നുകളുണ്ട്, ജനങ്ങളെ മുമ്പിൽ മനുഷ്യന്മാരുണ്ട്, ജിന്നുകളോടും മനുഷ്യന്മാരോടും പറയുകയാണ്. ആര്? സയ്യിദുനാ സുലൈമാൻ മോനെ അലൈഹിസ്സലാം. സയ്യിദുനാ സുലൈമാൻ
ജിന്നും ഇൻസും അടക്കി ഒതുക്കി. ജിന്നുകളുണ്ട്, ഇൻസുകളുണ്ട് സുലൈമാൻ നബിയുടെ മുമ്പിൽ. ജിന്നും ഇൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗദലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാ എല്ലോ ജിന്നും ഇൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗദലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാ എല്ലോ അരുവികൾ പോലും വറ്റി വരണ്ടൊരു യമനിലെ സബഈ ഗോത്രത്തിൽ ഇരവിലും തൊട്ടാൽ കൈപ്പൊള്ളുന്നൊരു വെൺതരി മണലിൻ മധ്യത്തിൽ പലവിധ വർണ്ണ പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പൊളുങ്കൊളി നീല കൊട്ടാരം. ആ കൊട്ടാരത്തിന് തട്ടുകളെട്ടുണ്ട്, ആ തട്ടുകളെട്ടിലും 8 അറയുണ്ട്. 8 തൊട്ടിലും കട്ടിലും പെട്ടിയും മേശയും കുറുസുണ്ട്. മണിമാണിക്യ കട്ടില് 4 തട്ടിലിരിപ്പുണ്ട്. ജിന്നും ഇൻസും അടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗദലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോദിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാ എല്ലോ അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ഇവിടെ ബൽഖീസും പരിവാരങ്ങളും വരുന്നതിന് മുമ്പ് അയ്യുക്കും യഅ്തീനി, ആരാണ് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ കഴിവുള്ള ജിന്നുണ്ടോ, കഴിവുള്ള ഇൻസുണ്ടോ? ഖാല ഇഫ്രീതും മിനൽ ജിൻ أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين. ഒരു ജിന്ന് പറഞ്ഞു, നിങ്ങൾ ഉച്ചക്ക് ഇവിടെ നിന്ന് എണീക്കുന്നതിന്റെ മുമ്പ് ഓ സുലൈമാൻ നബിയേ, നിങ്ങളുടെ ദർബാറിൽ നിന്ന് നിങ്ങൾ എണീക്കുന്നതിന്റെ മുമ്പ് മണിക്കൂറുകൾക്കുള്ളില് ഞാൻ കൊണ്ടുവരാം. എനിക്ക് റബ്ബ് അതിന് കഴിവ് തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഉച്ചക്ക് മുമ്പ് കൊണ്ടുവരാന്നാ ആര് പറഞ്ഞത്? ജിന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മനുഷ്യന്മാരിൽപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു. ആ മനുഷ്യന്റെ പേരാണ്, എന്താ പേര്? ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു. ജിന്നല്ല, മലക്കല്ല, മനുഷ്യനാണ്. അല്ലെങ്കിലും മൊത്തമായി പരിശോധിക്കുമ്പോ ജിന്നുകളെക്കാളും മലക്കുകളെക്കാളും വലിയ സ്ഥാനമുള്ളവരാരാണ്? അത് മനുഷ്യന്മാരാണ്. നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. സുലൈമാൻ നബിയുടെ ഖാദിമീങ്ങളായ മുഅ്മിനീങ്ങളായ ജിന്നുകളെക്കാളും മുസ്തഫ സഖാഫി എന്ന മനുഷ്യന് പദവി ഉണ്ട് എന്നല്ല പറഞ്ഞത്. മൊത്തമായി മനുഷ്യന്മാരെ നോക്കിയാൽ ജിന്നുകളെക്കാളും പദവി കൂടുതൽ ആർക്കാണ് മോനെ? അത് മനുഷ്യന്മാർക്കാണ്. ഒരു മനുഷ്യനായ വലിയ പറയാണ്. എന്താണ് ആ വലിയന്റെ പേര്? ആസഫ് ഇബ്നു ബർഖിയ എന്ന മഹാൻ പറയാണ്. എന്ത്? അന ആതീക ബിഹി, പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലുള്ള ആയത്താണ്. അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. കണ്ണ് ചിമ്മിട്ട് തുറക്കുന്നതിന്റെ മുമ്പ്, കണ്ണ് ചിമ്മി തുറക്കുന്നതിന്റെ മുമ്പ് ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം. ഞാൻ റെഡിയാണ്. കറാമത്തിന്റെ പവറാണ്. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ തങ്ങൾക്ക് ഒരു കാമൽ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ.
കണ്ടോ? അതൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് സാധിക്കും. ആസഫ് ബിൻ ബർഖിയ കണ്ണ് സുലൈമാൻ നബി ചിമ്മി തുറക്കുമ്പോഴേക്കും സാധനം മുമ്പിലെത്തിയിട്ടുണ്ട്. ആ ബൽഖീസിന്റെ കൊട്ടാരത്തിനെ പറ്റിയാണ് പറഞ്ഞത്. പലവിധ വർണ്ണ പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പളുങ്കൊളി നീല കൊട്ടാരം. ആ കൊട്ടാരത്തിന് തട്ടുകൾ 8 ഉണ്ട്. ആ കൊട്ടാരത്തിന് തട്ടുകൾ 8 ഉണ്ട്. ആ തട്ടുകൾ 8ലും 8 8 തൊട്ടിലും കട്ടിലും പെട്ടിയും മേശയും കുറിസുണ്ട്. മണിമാണിക്യ കട്ടില് 4 തട്ടിലിരിപ്പുണ്ട്. അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് അത് സാധിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉള്ളതാണ്. ആ ഔലിയാക്കന്മാരെ സ്നേഹിച്ചുകൊണ്ട് ഈ മുകുന്ദപുരം ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പേരിൽ മുഹീദ്ദീൻ മസ്ജിദ്, മുഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തൊരു ബറക്കത്താണ് ഔലിയാക്കന്മാരും. അവര് സുജൂദ് ചെയ്താൽ ആ സ്ഥലം ബറക്കത്തുണ്ടാകും. അങ്ങനെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പേരുള്ള ഒരു സ്ഥാപനത്തിൽ, ഒരു മുഅ്മിനീങ്ങളുടെ ലോക മുഅ്മിനീങ്ങളുടെ അഭിമാനത്തിന്റെ തേജപുഞ്ചമായ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ആളാണ് ഞാൻ. അതുപോലെയുള്ള ബറക്കത്തുള്ള ഉസ്താദുമാരിൽ നിന്ന് ആ ഉസ്താദുമാര് ശൈഖുന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അടക്കം, കണ്ണിയത്ത് ഉസ്താദ് അടക്കം ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണ് കോഴിക്കോട് കാരന്തൂരിലുള്ള സ്ഥാപനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അങ്ങനെ കേരള മുസ്ലിങ്ങൾ അവരെല്ലാവരും ഇപ്പൊ കണ്ട ജിഫ്രി മുത്തുകോയത്തങ്ങൾ ഇവിടെ അടുത്തൊരു നാട്ടിൽ വന്നു, ഇന്നലെ വന്നു. എന്തിനാ വന്നത്? വന്നത് ഷെയ്ഖ് ജീലാനി തങ്ങൾ അനുസ്മരിക്കാൻ, അവരെ മദ്ഹ് പറയാൻ. ബഹുമാനപ്പെട്ട പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മാല ചൊല്ലുന്നവരായിരുന്നു. അവരെ മകൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും മുഹീദ്ദീൻ മാല ചൊല്ലുന്നവരായിരുന്നു. ബദരീങ്ങൾ അസ്മാഇ ചൊല്ലാൻ കൽപ്പന പ്രേരിപ്പിച്ചവരായിരുന്നു, നിർദ്ദേശം കൊടുത്തവരായിരുന്നു. ആരെങ്കിലും വന്നിട്ട് പാടില്ല, മുഹീദ്ദീൻ മാല പാടില്ല, അതൊക്കെ നിർത്തണം. ഇവിടെ അൽഹംദുലില്ലാഹ് മുകുന്ദപുരം മുഹീദ്ദീൻ മസ്ജിദില് എത്ര റബീഉൽ അവ്വൽ 1 മുതൽ മൗലിദോതുകയാണ്. തഴവ ഉസ്താദിനോളം വിവരമുള്ള ഒരാള് കൊല്ലം ജില്ലയിൽ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ചില ആളുകൾ പറയാറുണ്ട്, തഴവ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് മൗലിദോതാൻ പാടില്ല എന്ന്. പച്ചക്കള്ളമാണ് മുഅ്മിനീങ്ങളെ. പച്ച മലയാളത്തിൽ തഴവ ഉസ്താദിന്റെ കിതാബ് 10 വാള്യങ്ങളുള്ള ഗ്രന്ഥം നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ. തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി ഉസ്താദ് എന്താ പറഞ്ഞത്? മൗലിദിനെ പറ്റി എന്താ പറഞ്ഞത്? അതേ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബായിവയൊക്കെയും കാക്കുന്നതാ, കണ്ണീർ ഹസദും നീങ്ങുവാനുതകുന്നതാ. ഹർക്ക് എന്ന് പറഞ്ഞാൽ തീപിടുത്തം ഉണ്ടാവില്ല, വബ എന്ന് പറഞ്ഞാൽ കൊറോണ രോഗം ഉണ്ടാവില്ല. അല്ലാഹുവേ, കണ്ണീറിന്റെ ശർറ് കാത്ത് രക്ഷിക്കണം റഹ്മാനേ. ഈ ജമാഅത്തിലെ കൊട്ടുകാട് മുസ്ലിം ജമാഅത്തിന്റെ എല്ലാ തക്കിയാവിലും മൗലിദുകൾ നടക്കുന്ന. റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹിയുടെ മൗലിദ്, റബീഉൽ ആഖിറിൽ മുഹീദ്ദീൻ മൗലിദ്. ഞാനിങ്ങനെ സുന്ദരമായ മൗലിദ് കേട്ടപ്പോൾ ഞാൻ ഹുസൈൻ തങ്ങൾ ചാത്തന്നൂർ തങ്ങളുടെ വീട്ടിലും അതുപോലെ KSK തങ്ങൾ എൻ്റെ നാട്ടിൽ തെന്നലയിലായി ഇപ്പൊ താമസിക്കുന്നത്, അവിടെ പോയി വരുമ്പോൾ നല്ല മുഹീദ്ദീൻ മൗലിദ് ഇങ്ങനെ കേട്ടപ്പോൾ പറഞ്ഞു, എന്നോട് അസ്ഹർ സാഹിബ് പറഞ്ഞു, അത് നമ്മുടെ അസിസ്റ്റന്റ് ഇമാമിന്റെ സ്വരം ആണെന്ന് പറഞ്ഞു. അദ്ദേഹം എവിടെ ഇല്ലേ? എവിടെ പോയി? ഓ, അസിസ്റ്റന്റ് ഇമാം യനാമൂന്നല്ല ഫെയില് സർഫാക്കാൻ, ജാമിഉ സർഫാക്കുന്നുണ്ടാകാൻ ചിലപ്പോൾ. അതിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകണേ. എന്താ സർഫാക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിലും അള്ളാഹുവെ ഖൈറും ബറക്കത്തും നൽകണേ അള്ളാഹ്. റസൂലുള്ളാഹി ദുആയിരുന്നതാണ്. എന്താ ദുആയിരുന്നത്? ബാറക്കല്ലാഹു ഫീ ലൈലത്തിക്കുമാ, നിങ്ങളുടെ ഇരുവരുടെയും രാത്രിയിൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ എന്ന് ആര് ദുആ ചെയ്തു? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാവുകളിലും ആ ഉസ്താദ് ഇവിടെ ഉണ്ടോ? ഇല്ല.
വേദിയിലില്ല, അത് വീട്ടിലുണ്ട് എന്നതിന്റെ ഷർഹ്. മത്തിന് വേദിയിലില്ല, ഷർഹ് വീട്ടിലുണ്ട്. അള്ളാഹു മൂപ്പർക്ക് എന്തെങ്കിലുമൊക്കെ സുബൈക്ക് ബാങ്ക് വിളിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നേരത്തെ പോയതായിരിക്കാം. അള്ളാഹു അവർക്ക് സദർ മുഅല്ലിമ അനീഫ ഉസ്താദ് അള്ളാഹു ബറക്കത്ത് കൊടുക്കണേ. അള്ളാഹ് സഖാഫി ഉസ്താദ് അനീഫ സഖാഫി ഉസ്താദ് പടച്ചോനെ ബറക്കത്ത് നൽകണേ അള്ളാഹ്, ഖൈർ നൽകണേ അള്ളാഹ്, റാഹത്ത് നൽകണേ അള്ളാഹ്. അതുകൊണ്ട് സാധാരണക്കാരി എല്ലാ ഔലിയാക്കന്മാരെയും ബഹുമാനിക്കണം, എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കണം. തഴവ ഉസ്താദ് പറഞ്ഞത് മൗലിദ് ഓതണം എന്നാണ്. ശൈഖുന റഈസുൽ ഉലമ ശിഹാബുദ്ദീൻ മൗലവി ജോനകപ്പുറം, നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇപ്പൊ ഈ കൊല്ലം ജില്ലക്കാരൻ ഒരാള് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണെന്നറിയോ പോസ്റ്റ് എന്താണ്? അമ്മിണിയമ്മക്ക് സ്വീകരണം. അമ്മിണിയമ്മ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ തൂപ്പുകാരിയായിരുന്നു. പള്ളിന്റെ അകത്ത് മെഹ്റാബിൽ തൂപ്പുകാരി. എന്താ പേര്? അമ്മിണിയമ്മ. ഏത് പള്ളിയിൽ? പള്ളിയുടെ പേരുണ്ട് മസ്ജിദ് ഹിറ. എന്നിട്ട് ഇങ്ങനെ കസാരയിട്ട് അമ്മിണിയമ്മ ഇപ്പുറത്ത്, പള്ളിയിലെ ഇമാമായിരിക്കുന്ന കുഞ്ഞിപ്പോക്കർ മൗലവി അപ്പുറത്ത്. അയാളെ പേരെനിക്ക് ഓർമ്മയില്ല, അപ്പൊ ഞാൻ കുഞ്ഞിപ്പോക്കർ മൗലവി എന്ന് പറഞ്ഞാൽ, എന്നിട്ട് വലിയ അഭിമാനമായിട്ട് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി മസ്ജിദ് ഹിറായിൽ മിഹ്റാബിന്റെ മുമ്പിൽ അമ്മിണിയമ്മക്ക് സ്വീകരണം. അമ്മിണിയമ്മ തൂപ്പ് കഴിഞ്ഞിട്ട് പെൻഷൻ പറ്റി പോവാണ്. എവിടെന്ന് കിട്ടി? അള്ളാന്റെ മുസ്ലിമീങ്ങളെ പള്ളിയില് പള്ളിക്കകത്തൊരു പെണ്ണ് കയറിയിട്ട് തൂക്കണമെന്ന് സ്വീപ്പറ പണിയെടുക്കരാവും. എന്നിട്ട് പള്ളിന്റെ അതല്ല പ്രശ്നം, എന്നിട്ട് പള്ളിയിൽ സ്വീകരണം കൊടുക്കുക, ആണും പെണ്ണും ഒരുമിച്ചിരിക്കുക. ഒരു പെണ്ണ് അങ്ങോട്ട് പള്ളിന്റെ ഉള്ളിൽ ഒരു മുസ്ലിം പെണ്ണ് കയറുമ്പോഴേക്കും പള്ളി വൃത്തികേടാവൊന്നുമില്ല. അങ്ങനൊന്നും ഇസ്ലാമിന് വാദമൊന്നുമില്ല. ഏറ്റവും പരിശുദ്ധമായ പള്ളി ഏതാ മോനെ? അത് മക്കത്തെ പള്ളിയാണ്, മദീനത്തെ പള്ളിയാണ്. ആ പള്ളിക്കകത്തേക്ക് പെണ്ണുങ്ങൾ പോകണം. തവാഫ് എവിടെയാണ്? കഅബ തവാഫ് ചെയ്യുന്നത് മക്കത്തെ പള്ളിക്കുള്ളിലാണ്. മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ പോകണം, കാരണം അവിടെയാണ് ആരുള്ളത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ സിയാറത്ത് മുസ്ലിമായ ആണിനും പെണ്ണിനും സുന്നത്താണെന്ന് ഒരൊറ്റ ഇമാമിനും തർക്കമില്ല. അതേ സമയത്ത് എല്ലാ ഔലിയാക്കളെയും ഖബറിലേക്ക് അങ്ങനെ വരണ്ടേ? അതിൽ ചർച്ചയുണ്ട്, ഫുഖഹായിന്റെ ഇടയിൽ ചർച്ചയുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ ആണുങ്ങളും വരണം പെണ്ണുങ്ങളും വരണം. ചർച്ച ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പോണ്ടെന്നതിന് അർത്ഥം വെക്കണ്ട. മുഹീദ്ദീൻ ഷേഖിന്റെ ഖബറിലേക്ക് അല്ലെങ്കിൽ തഴവ ഉസ്താദിന്റെ ഖബറിലേക്ക് അല്ലെങ്കിൽ ഭീമാ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോകണ്ട എന്ന്, അങ്ങനെ അതാണ് അഭിപ്രായം എന്ന്, അതാണ് പ്രബലം എന്ന് മനസ്സിലാക്കണ്ട. പെണ്ണുങ്ങൾ എല്ലാ സ്ഥലത്തേക്കും പോകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, അന്യ ആണുങ്ങളെ ആകർഷിക്കാത്ത രൂപത്തിൽ മറ്റുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഔലിയാക്കന്മാരെ ഖബറുകൾ പോകൽ നല്ലതാണെന്നാണ്. അതാണ് പ്രബലമായ വീക്ഷണം. ഞാൻ പറയട്ടെ, അള്ളാന്റെ ഹബീബായ തങ്ങളെ ഖബറുകൾ പോകൽ സുന്നത്താണ് എന്ന് പറയാത്ത ഒറ്റ ഇമാമിനെയും അല്ലാഹ് പടച്ചിട്ടില്ല. ഇബ്നു തീമിയാനെ അല്ലാതെ വേറൊരു ഇമാമിനെയും അല്ലാഹ് പടച്ചിട്ടില്ല. എന്നാൽ ഈ മുകുന്ദപുരത്തുള്ള പെങ്ങളെ, കൊട്ടുകാട്ടിലുള്ള സഹോദരിമാരെ, നിങ്ങളെ റസൂലുള്ളാഹിയുടെ ഖബറിൽ ചെല്ലണമെങ്കിൽ മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ പോകണം. ഇല്ല, പള്ളിയിലേക്ക് ഒരു പെണ്ണ് കയറുമ്പോഴേക്കും ഐത്തമാവൂല്ല. പക്ഷേ ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില ആളുകള് അവരെ പള്ളിയിൽ പെണ്ണും ആണും കൂടി ഒരുമിച്ചിരുന്നിട്ട് അവർക്ക് സ്വീകരണം കൊടുത്തിട്ട് മെഹ്റാബിന്റെ മുമ്പിലെ ഒന്നാമത്തെ കസേരയിൽ ഒരു ഗൈറ് മുസ്ലിമത്തായിരിക്കുന്ന പെണ്ണിനെ കൊണ്ടിരുത്തുമ്പോ ഇത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല.